അമ്മേ, ഗുഡ് മോർണിംഗ്. അമ്മേനെ നേരത്തെ എഴുന്നേറ്റോ? ആ മോളെ, ഗുഡ് മോർണിംഗ്. മോക്കിന്ന് ക്ലാസ് തുടങ്ങുമല്ലേ, ആദ്യമായിട്ട് പോവല്ലേ. സോ അമ്മേനെ നേരത്തെ തന്നെ എഴുന്നേറ്റു. മെയ്ഡ് ഇന്ന് വരാൻ ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, വസു എഴുന്നേറ്റായിരുന്നോ? എവിടെ അല്ലേ, പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. മോളൊരു കാര്യം ദേ ഈ ചായ അച്ഛനൊന്ന് കൊണ്ടുകൊടുക്ക്. പിന്നെ വസുവിനോടൊന്ന് എഴുന്നേക്കാൻ കൂടെ പറയേ. ഇന്നലെ മോക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നേ. ദേ ഈ ചായയും കൂടെ അവനൊന്ന് കൊടുക്ക് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് റെഡിയാവും രണ്ടാളും. ആ ശരി അമ്മേ. അച്ഛാ, ഗുഡ് മോർണിംഗ്. ചായ. മോളെ, മോർണിംഗ് മോർണിംഗ്. അല്ല, ഇന്നല്ലേ മോക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നേ അല്ലേ? ഇന്നോട്ടല്ലേ മോക്ക് പോകണ്ടേ കോളേജില്? അതെ അച്ഛാ, ഇന്നോട്ട് പോണം. അച്ഛൻ ചായ കുടിക്ക്. ഓ, കുടിക്കാം. അല്ല മോളെ, വസുവിനും അവന്റെ ലീവ് ഇന്നല്ലേ തീരുന്നേ? ഇന്ന് അവൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണ്ടേ? എന്നിട്ട് എഴുന്നേറ്റായിരുന്നോ? മോളെ ഇനി കോളേജിലൊക്കെ കൊണ്ടാക്കിയിട്ട് വേണ്ടേ അവന് പോവാന്? എഴുന്നേറ്റിട്ടുണ്ടാവില്ലല്ലേ, ഉറങ്ങുന്നുണ്ടാവും. മോള് ചെന്ന് വിളിച്ചുണർത്തിയിട്ട് പെട്ടെന്ന് റെഡിയായി വേണ്ടിവരും കേട്ടോ. വസുവിന്റെ ലീവും ഇന്നലെ തീരുന്നാ പറഞ്ഞിരുന്നേ. ഇന്നോട്ട് എന്തായാലും ജോയിൻ ചെയ്യണം. ശരി അച്ഛാ, ഞാൻ ഇനി ലേറ്റ് ആക്കുന്നില്ല. ഞാൻ പോയി വിളിച്ചുണർത്തട്ടെ. ശരി. കിടക്കണ കിടപ്പ് കണ്ടോ, ഉറങ്ങണ കണ്ടാല് എന്തൊരു പാവ. ഈ മുതലിന്റെ കയ്യിലിരിപ്പ് എനിക്കല്ലേ അറിയൂ എന്റെ തേവരെ. ഇന്നലെ നൈറ്റ് ഒരു പൊടി പോലെ എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കാണ്ട് പെടാപ്പാട് പെടുത്തിയിട്ട് എന്റെ സാറിപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങുക അല്ലേ. ഇപ്പൊ ശരിയാക്കി തരാട്ടോ. വസുവേട്ടാ, ദേ എണീറ്റേ. സമയം എത്രയെന്നറിയോ? ഇന്നലെ എനിക്ക് ക്ലാസ് തുടങ്ങുന്നേ. അയ്യോ എന്റെ മനുഷ്യ, ഒന്ന് എഴുന്നേക്ക്. ഓഹോ, അപ്പൊ എഴുന്നേക്കില്ല അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാവേ. എങ്ങോട്ടാ ഈ പോകുന്നേ? ഇങ്ങോട്ട് വാ, വായിട്ട്. ഇങ്ങനെ എന്നെ നോക്കല്ലേ എന്റെ പൊന്ന് നീലു. ഇവളെന്നെ രാവിലെ തന്നെ. എന്റെ പൊന്നെ, എന്റെ തേവരെ, രാവിലെ തന്നെ തുടങ്ങിയ വസുവേട്ടാ. നൈറ്റ് ഒന്ന് മര്യാദക്ക് കിടന്നുറങ്ങിയ കാലം ഞാൻ മറന്നു. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അതെ, രാവിലെ തന്നെ ഇങ്ങനെ തലയില് ഈറനും അണിഞ്ഞ് നെറുകയില് സിന്ദൂരം തൊട്ട് മനുഷ്യനെ കൊല്ലുന്ന ചിരിയുമായിട്ട് ഇങ്ങനെ എന്റെ മുന്നിൽ വന്ന് നിന്നാല് പിന്നെ ഞാൻ എന്താ ചെയ്യാ മാഡം? ഇനിയിപ്പോ ഇങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ഈ പോക്കാണേല് ഒട്ടും വൈകാതെ തന്നെ ഈ ചെറിയ പ്രായത്തില് നടു തളർന്ന് ഞാൻ കിടപ്പിലാവുന്ന തോന്നണേ. പറയുമ്പോ എന്താ, വലിയ പേര് കേട്ട ഡോക്ടറാ. ഈ ഡോക്ടറിന്റെ ശരിക്കുള്ള കയ്യിലിരിപ്പ് എനിക്കല്ലേ അറിയൂ. അതെന്താ നീലൂട്ടി അങ്ങനെ ഒരു ടോക്ക്? ഈ ഡോക്ടർമാർക്ക് എന്താ വികാരവും വിചാരവും ഒന്നും ഇല്ലേ? ഞങ്ങളും മനുഷ്യരാണ് എന്റെ മാഡം. അതെ അതെ, സ്വന്തം ഭാര്യയെ ഒന്ന് കിടന്നുറങ്ങാൻ വിടാതെ ഇങ്ങനെ റെസ്റ്റ് തരാണ്ട് സ്നേഹിച്ചു കൊല്ലുന്ന ആളാണ് എന്റെ ഈ ഡോക്ടർ. വസുവേട്ടാ, ദേ വിട്ടേ എന്നെ. എന്നിട്ട് ഈ ചായ കുടിച്ചിട്ട് ഫ്രഷ് ആയിക്കേ. ടൈം ആകുവാ. എന്റെ ഫസ്റ്റ് ഡേ ആണ് കോളേജില്. എനിക്ക് വസുവേട്ടാ. അവിടെ കിടക്കടി കുരുപ്പേ. ദേ ഒരു ഹോട്ട് കിസ് തന്നാല്, ഭയങ്കര ഹോട്ടായിട്ടുള്ള ഒരു കിസ് തന്നാല് ഞാൻ ഇപ്പൊ തന്നെ എണീറ്റ് ഫ്രഷ് ആവാം. പ്രോമിസ്. തന്നെ പെട്ടെന്ന് താ. കളിക്കല്ലേ, വിട്ടേന്നെ. ഇന്നലത്തെ ക്ഷീണം മാറിയിട്ടില്ല എനിക്ക് അറിയോ. പിന്നെ ഒരു കിസ് തരാന്ന് വെച്ചാ അതുകൊണ്ട് നിരക്കില്ലല്ലോ എന്റെ മോൻ. ഓക്കെ, അപ്പോ എന്റെ ഭാര്യയായിട്ട് തരില്ല, അതുറപ്പായി. അപ്പൊ ശരി, എന്നാ ഈ ഞാൻ തന്നെ എടുത്തോളാം. ഇനിയും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വൈകി.
ബസ്സേട്ടാ വേണ്ട പ്ലീസ്, വേണ്ട ബസ്സേട്ടാ. അയ്യോ അച്ചോടാ, വേണം ബസ്വേട്ടാ വേണം. എങ്ങപ്പാ എൻ്റെ പൊന്നെ. खुशबू से महके चमन संगे मर मर के जैसा ये तेरा बदन. की बदली तेरे दामन की खुशबू से महके चमन संगे मर मर के जैसा ये तेरा बदन. നീലു, എന്താടാ, എന്താ പറ്റിയേ? ഫീസൊക്കെ എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഓക്കെ അല്ലേ നീ? ഓക്കെയാണ് ബസ്സേട്ടാ, എന്നാലും ചെറുതായിട്ട് എന്തോ ഒരു ടെൻഷൻ പോലെ. പുതിയ സ്ഥലം, പുതിയ അറ്റ്മോസ്ഫിയർ, പിന്നെ എൻറ്റയർലി പുതിയ ആൾക്കാർ. ഹേയ് ഒന്നുമില്ലടാ, ഇതിപ്പോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നിനക്ക് തോന്നുന്നതാ. പിന്നെ പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആയി കഴിയുമ്പോൾ ഇതൊക്കെ താനേ മാറിക്കോളും. ക്ലാസ്സിൽ കൊണ്ടാക്കണോ ഞാൻ? ഹേയ് സാരല്ല ബസ്സേട്ടാ, ഞാൻ പോയിക്കോളാം. ഇപ്പം തന്നെ ലേറ്റ് ആയില്ലേ ബസ്സേട്ടൻ ഹോസ്പിറ്റലിൽ എത്താൻ? ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ബസ്സേട്ടൻ പോയിക്കോ, ക്ലാസ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. നീലുസേ ഓക്കെ അല്ലേ എൻ്റെ ചക്കരക്കുട്ടി? എന്തേലും ഉണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ വിളിക്കണം, ഓടി വരാൻ ഞാൻ. ഓ ഞാൻ ഓക്കെയാണ് എൻ്റെ കെട്ടിയോനെ. എന്തേലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ വിളിച്ചോളാം. പോരെ ബസ്സേട്ടൻ ചെല്ലേ, ഇനിയും ലേറ്റ് ആക്കണ്ട. അപ്പം ശരി എൻ്റെ ഡോക്ടർ സാറേ, ബൈ. ഓയ് കെട്ടിയോളെ, ഒരു ഉമ്മ തന്നിട്ട് പോകുരുപ്പേ. വൈകിട്ട് വരെ പിടിച്ച് നിൽക്കണ്ടേ എനിക്ക്? ഓ ഈ മനുഷ്യനെ കൊണ്ട് തൽക്കാലം ഇത് വെച്ച് എൻ്റെ പോലെ അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ബൈ. Excuse me? Yes? Excuse me, could you please tell me where is the third year classroom? Yeah, sure. It's on the third floor. Oh, thank you. Hey, no worries. Are you a Mallu? Yeah. Wow, me too. Well, half Bengali and half Malayali. My mom is a Mallu. Alla, Tan evide new admission ano. I've never seen you before. What's your name? Yeah, ഇവിടെ ന്യൂബിയാണ്, തേർഡ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻറ്റ്. എനിക്ക് ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടുഡേ ഈസ് മൈ ഫസ്റ്റ് ഡേ. വെൽ മൈ നെയിം ഈസ് നീലിമ. Great, nice name, Nilima. Well, my name is Harshiv Sharma, final year student, born and brought up here. Nilimade class കാണിച്ചു തരണോ? I mean, കൊണ്ടാക്കണോ തന്നെ? Well, I'm so sorry, my Malayalam is very bad. തന്നെ കൊണ്ടാക്കണോ ക്ലാസ്സിൽ? Hey, that's fine. ഞാൻ പോയിക്കോളാം. Thank you. Most welcome. We'll see you again. Bye. She looks damn pretty, right? Oh my god. What happened, Harsh? നമ്മുടെ ഹർഷിനിൽ നിന്നും എങ്ങനെ ഒരു കോംപ്ലിമെന്റ് ഫോർ എ ഗേൾ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം? Did you fall for her? Huh? Hey, no. But something very special about her eyes. വല്ലാത്തൊരു magnetic power. Wow.
വെൽക്കം ബാക്ക് മിസ്റ്റർ ഹാൻസം. ഹാ, തുടങ്ങിയോ? ഒരു മാറ്റമില്ലല്ലോ റോബി നിനക്ക്. ആരുടെ ലൈഫാ മാറി മറിഞ്ഞെന്ന് ഞങ്ങൾക്കറിയാവേ. 3 മാസത്തേക്ക് ലീവ് എടുത്ത് നാട്ടില് എന്തോ പൂജയോ ഉണ്ടെന്നും പറഞ്ഞു പോയ ആളാ തിരിച്ചു വന്നത് കല്യാണവും കഴിഞ്ഞ് വൈഫിനെയും കൊണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് മാറ്റമില്ലെന്നല്ലേ? ഓ, സാറും ഉണ്ടായിരുന്നോ ഇവിടെ? വൈഷ്ണവ്, വി മിസ്ഡ് യു എ ലോട്ട്. ഒത്തിരി നിന്ന് മിസ് ചെയ്തു കളിയാ. എന്തായാലും നിനക്കൊരു വലിയ സർപ്രൈസ് ഉണ്ട്. ഗെറ്റ് റെഡി ഫോർ ദ ഷോക്ക് മാൻ. സർപ്രൈസോ? എന്താടാ? എന്ത് ഷോക്കാ? ദേ, എന്തേലും പണി വല്ലതും ആണേല് രണ്ടിനെയും ഞാൻ പഞ്ഞിക്കിടും, പറഞ്ഞേക്കാം. ഓ, ആയിക്കോട്ടെ. ഗെറ്റ് റെഡി ഡിയർ. ഓപ്പിക്ക് ടൈമായി. ഇനി എന്തായാലും നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. വൈഷ്ണവ്, ഓപ്പി കഴിഞ്ഞു നിന്റെ? ഫ്രീ ആയോടാ? യാടാ, ഓപ്പി കഴിഞ്ഞു. ബട്ട് എനിക്കിനി ഒന്ന് റൗണ്ട്സിന്റെ കൂടെ പോണം. അതുകൂടെ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവും. ഓക്കെ, ബട്ട് നീ പോണതിന് മുന്നേ നിന്നെ ഒരാൾക്ക് കാണണമെന്ന് പറഞ്ഞു. വിളിക്കട്ടെ? എന്നെ കാണാനോ? അതാരാ? യാ, ഓക്കെ, വിളിക്ക്. May I come in, sir? മറിയാമേ, നീയോ? Oh my goodness, such a shocking surprise for me. Oh my god. Vaishnav, how are you, man? എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്? Oh damn, മറിയാമേ, നീ എപ്പോഴാ വന്നേ? ഫൈനലി നമ്മുടെ ഗ്യാങ് വീണ്ടും കണ്ടുമുട്ടി അല്ലേ? I'm so happy. വെറും കണ്ടുമുട്ടല് മാത്രല്ല അളിയോ, അവസാനം നമ്മുടെ മറിയമ്മ ഈ ലോകം ചുറ്റിലൊക്കെ നിർത്തി നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ഡോക്ടർ മരിയ എസ് ജോർജ്, നമ്മുടെ ഹോസ്പിറ്റലിലെ ന്യൂറോ സ്പെഷ്യലിസ്റ്റ്. സോ നമ്മുടെ ആ പഴയ തല്ലിപ്പൊളി ഗ്യാങ് ഇനി അങ്ങോട്ട് ഒരുമിച്ച. വാട്ട്? സീരിയസ്ലി? ഇപ്പോഴേലും നല്ല ബുദ്ധി തോന്നിയല്ലോ നിനക്ക്. എത്ര നാളായി എന്നോട് പറയുക ഇവിടെ വന്നൊന്ന് ജോയിൻ ചെയ്യാനായിട്ട്. കാനഡയിൽ ചെന്ന് ഡാഡിയെയും മമ്മീനെയും കണ്ടിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ ഇരിക്കുമായിരുന്നു. വസിക്കറിയാം നിന്നോട് പറയാണ്ട് സർപ്രൈസ് ആക്കി വെക്കാന്ന് ഞാൻ തന്നെയാ പറഞ്ഞേ. എൻ്റെ ഈ ഡോക്ടർ ഹാൻസം ചുള്ളന്റെ പ്ലെയിൻ ആയിട്ടുള്ള ഫേസ് എനിക്കൊന്ന് കാണണമായിരുന്നു. ശരിക്കും ഞെട്ടിയില്ലേ തിച്ചു നീ? പിന്നെ ശരിക്കും ഞെട്ടി. അല്ല, അപ്പൊ എന്റെ മറിയമ്മ എന്നെ വിളിച്ചിരുന്ന ആ പഴയ പേര് മറന്നിട്ടില്ലല്ലേ? അങ്ങനെ മറന്നാൽ പിന്നെ ഈ മറിയ ഉണ്ടാവിച്ചു. ഐ മീൻ, അങ്ങനെ മറന്നാളയാൻ പറ്റുമോ? ഓക്കെ. അത് പിന്നെ പെണ്ണുങ്ങൾ മുഴുവൻ പുറകെ നടന്നിട്ടും ഞങ്ങളുടെ വൈഷ്ണവ് വീണിട്ടില്ല. സോ ഒറ്റ നോട്ടത്തിൽ തന്നെ അവനെ വീഴ്ത്തിയ ആ മിടുക്കി കുട്ടിയെ ഞങ്ങൾക്കൊന്ന് നേരിട്ട് കാണണം. എത്ര സുന്ദരിമാരാ പുറകെ നടന്ന്, എന്നിട്ടും വീഴാത്ത ഞങ്ങളുടെ ചെക്കനെ ഇങ്ങനെ വീഴ്ത്തിയെന്ന് ഒന്ന് ചോദിക്കണം ആ മിടുക്കി കുട്ടിയോട്. റോബി, വേണ്ട മോനെ, ഊതല്ലേ നീ. You guys carry on. ഞാനിപ്പോ വരാം. ഞാനിപ്പോ വരാം. ഇപ്പൊ വരാട്ടോ. Maria, da, please. I have told you right. Maria. Pussy. Oh God. I can't. Dichu. Why did he do this to me? I don't know. എനിക്കറിയില്ല ബസി. Da, please. Don't get upset. ഇറ്റ്സ് ഓൾ യുവർ മിസ്റ്റേക്ക് അല്ലേ? പറഞ്ഞതല്ലേ നിന്നോട് ഞാൻ,
പണ്ട് തൊട്ടേ പറഞ്ഞതല്ലേ നിന്നോട് അവനോടെല്ലാം തുറന്ന് പറയുന്നു. നീ കേട്ടില്ല. അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകുന്നായിരുന്നു നിന്റെ പേടി. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ നീ? ബട്ട് ഐ ക്യാൻ റിയലി ടെൽ യു വൺ തിങ്. നമ്മുടെ വൈഷ്ണവ് ഒരിക്കലും അവൻ അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചതല്ല ഒന്നും. അവൻ പോലും അറിയാണ്ട് സംഭവിച്ചതാ ഇതൊക്കെ. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് മറിയ. അക്സെപ്റ്റ് ഇറ്റ്. വി കാൻറ്റ് ഡു എനിത്തിങ്. ഒന്ന് മനസ്സിലാക്കുമോളെ. Please don't tell me like that, Vasi. റോബിയെക്കാളും you know everything, അല്ലേ? Dichu, he's my everything. You know, Vasi, you know. എന്തുകൊണ്ടാണ് ഞാൻ ദിച്ചുവിനോട് എൻ്റെ മനസ്സ് തുറക്കാത്തതെന്ന് നിനക്ക് നന്നായി അറിയാം. എൻ്റെ മനസ്സിൽ അവനോട് മറ്റൊരിഷ്ടം ഉണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ ട്രൂ ഫ്രണ്ട്ഷിപ്പിനിടയിൽ പോലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അവൻ ചിലപ്പോൾ എന്നോട് പിന്നീട് മിണ്ടിയെന്ന് പോലും വരില്ല. That I can't tolerate. പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞൊന്നും വരില്ല എനിക്ക്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് നിങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തപ്പോഴും എനിക്ക് MD ചെയ്യണമെന്ന് ഞാൻ വാശി പിടിച്ചത്. വർഷങ്ങളോളം നിങ്ങളെയൊക്കെ വിട്ടു നിന്നിട്ട് പോലും എനിക്ക് ദിച്ചുവിനോടുള്ള ഇഷ്ടം ഒരു തരി പോലും കുറഞ്ഞില്ല. അവനിൽ ഡേ ബൈ ഡേ അഡിക്റ്റഡായി ഞാൻ. അവനെ മറക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഫൈനലി എനിക്ക് ഉറപ്പായി. അങ്ങനെ അവനോടെല്ലാം തുറന്നു പറയാൻ ഞാൻ ഡിസൈഡ് ചെയ്തു. ആൻഡ് യു നോ ദാറ്റ്, അല്ലേ? ഫൈനലി ഐ ഡിസൈഡഡ് ടു കൺഫസ് മൈ ലവ്. ഫോർ ദാറ്റ് എൻ്റെ പാരൻസിൻ്റെ പെർമിഷൻ എനിക്ക് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കാനഡയിലേക്ക് പോയ. ഡാഡിയെയും മമ്മിയെയും കണ്ടു. അവരോടെല്ലാം തുറന്നു പറഞ്ഞു ഞാൻ. ആൻഡ് ഐ ഗോട്ട് ദെയർ പെർമിഷൻ. തിരിച്ച് ഞാൻ വന്നപ്പോഴേക്കും ദിച്ചു നാട്ടിലേക്ക് പോയിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ ഒക്കെ തുറന്നു പറയുമെന്ന് കരുതി ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. ആൻഡ് ആഫ്റ്റർ 1 month ഞാൻ അറിയുന്നത് he got married എന്നാ. You know, Vasi, you know how much I love him, അല്ലേ? ഇതിനാണോടാ ഇത്രയും വർഷം അവനോടുള്ള അടങ്ങാത്ത ഇഷ്ടം ഉള്ളിലൊതുക്കി അവന് വേണ്ടി മാത്രം കാത്തിരുന്ന ഞാൻ. Tell me, Vasi, പറയുന്നീ. അവനെ കണ്ടപ്പോ, അവൻ എന്നെ ഹഗ് ചെയ്തപ്പോ, കുട്ടേന്ന് എന്നെ വിളിച്ചപ്പോ I can't. Vasi, I don't know. അവനെ എങ്ങനെയാടാ ഞാൻ വിട്ടുകൊടുക്കേണ്ടേ? പറ നീ, എങ്ങനെ എന്റെ ദിച്ചുവിനെ ഞാൻ വിട്ടുകൊടുക്കേണ്ടേ? I don't know. മറിയ, മോളെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്, ഒന്ന് സമാധാനമായിട്ട് കേക്ക്. നീ ഐ ഹാവ് ടോൾഡ് യു സോ മെനി ടൈംസ് അവനോട് തുറന്ന് പറയുന്ന എൻ്റെ ഇഷ്ടമെന്ന്. ബട്ട് നീ കേട്ടില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് നിന്റെ സിറ്റുവേഷൻ. നമ്മുടെ 4 പേരുടെ ഇടയിലുള്ള ഈ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഒന്നിൻ്റെ പേരിൽ ഇല്ലാണ്ടാവരുതെന്ന് നീ ആഗ്രഹിച്ചിരുന്നു. നീ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് തുറന്നു പറയാൻ പറ്റിയില്ല നിനക്ക്. പക്ഷേ ഒരു തവണയെങ്കിലും, ഒരൊറ്റ തവണയെങ്കിലും നിന്റെ മനസ്സ് അവൻ്റെ മുന്നിൽ നീ ഇന്ന് തുറന്നിരുന്നുവെങ്കിൽ, നിന്റെ ഇഷ്ടം അവനോട് നീ പറഞ്ഞിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ അവൻ നിന്റെ ഇഷ്ടം ആക്സെപ്റ്റ് ചെയ്തന്നെ. ബിക്കോസ് ഞങ്ങളിൽ അവൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിരുന്നതും ക്ലോസ് ആയിരുന്നതും നിന്നോടായിരുന്നു. അറിയില്ലായിരുന്നു അവൻ്റെ മനസ്സിൽ നീ ഉണ്ടായിരുന്നോ, നീ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. ബിക്കോസ് ഒരുതരം പ്രത്യേക കെയറും കൺസിഡറേഷനും ആയിരുന്നു അവന് നിന്നോട്. നിന്നെ വിളിച്ചിട്ടൊന്ന് കിട്ടാതായി കഴിഞ്ഞാൽ, നീ കാനഡയിലേക്ക് പോകുമ്പോഴോ ഇവിടെയുള്ളപ്പോഴോ നിന്നെ വിളിച്ചിട്ടൊന്ന് കിട്ടാണ്ടായി കഴിഞ്ഞാൽ, ഈവൻ അവൻ നാട്ടിൽ ചെന്നിട്ട് പോലും നിന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാതായി കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിക്കും അവൻ. അത്രയ്ക്ക് ടെൻഷനായിരിക്കും അവൻ്റെ ആ സ്വരത്തിൽ. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവൂടാ. അപ്പം പോലും അവൻ ആദ്യം ചോദിച്ചിരുന്നത് നിന്നെക്കുറിച്ചായിരുന്നു. നീ അവനെ അവോയ്ഡ് ചെയ്ത് നടന്നപ്പോൾ പോലും അവൻ അന്വേഷിച്ചിരുന്നത് നിന്നെക്കുറിച്ച് മാത്രമായിരുന്നു മോളെ. ഇനി ഒന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. അക്സെപ്റ്റ് ദ ഫാക്ട് മറിയ. പ്ലീസ് അക്സെപ്റ്റ് ദ ഫാക്ട് ആൻഡ് മൂവ് ഓൺ പ്ലീസ്. നിന്റെ ദിച്ചു എന്ന് മറ്റൊരാളുടെ സ്വന്തമാണ്. അത് മറക്കരുത്. നീ ഒരിക്കലും മറക്കരുത്. മക്കളെ, എത്തിയോ നിങ്ങള്? നീലുമോളെ, എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? കോളേജൊക്കെ ഇഷ്ടമായോ മോക്ക്? കോളേജൊക്കെ അടിപൊളിയാ. ഒത്തിരി ഇഷ്ടമായി എനിക്ക്. പക്ഷേ എന്തോ
അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇത് ഫസ്റ്റ് ഡേ അല്ലടാ, എൻറ്റയർലി ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ, ഡിഫറെന്റ് പീപ്പിൾ. നീ ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ ഇച്ചിരി ടൈം എടുക്കും. സാരമില്ല, ഡോണ്ട് വറി കേട്ടോ. അതെ മോളെ, ഫസ്റ്റ് ഡേ അല്ലേ ആയിട്ടുള്ളൂ, പോകെ പോകെ ശരിയാവും, അതോർത്ത് വിഷമിക്കേണ്ട കേട്ടോ. എന്നാ നിങ്ങൾ ചെന്ന് ഫ്രഷ് ആവുക, എന്നിട്ട് എന്തെങ്കിലും കഴിക്കുക രണ്ടാളും കേട്ടോ. ശരി അമ്മേ. നീലു, എന്താ പറ്റിയ നിനക്ക്? ഒരു മൂഡ് ഓഫ് പോലെ വയ്യായിക എന്തേലും ഉണ്ടോ? ഇങ്ങ വന്നേ, ഞാനൊന്ന് നോക്കട്ടെ, വാ. ഏയ് ഒന്നുമില്ല വസുവേട്ടാ, നല്ല തലവേദന. ഇന്ന് ഫുൾ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. മേ ബി അതിൻ്റെയൊക്കെ സ്ട്രെയിൻ ആവും. ഫ്രഷ് ആയി ഒരു ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാട്ടോ, ഇപ്പൊ വരാം. അവിടെ നിൽക്ക പെണ്ണേ, ഞാൻ പറയട്ടെ ഒന്ന്. ഇന്ന് ഐ എം സോ ഹാപ്പി. അല്ല, എന്താ കാര്യം ചോദിക്കും ഭാര്യ? അത് 3 മാസങ്ങൾക്ക് ശേഷം ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതല്ലേ, മേ ബി അതിൻ്റെ ആവും. എന്നാലും ചോദിക്കാം, എന്താ എൻ്റെ കെട്ടിയോൻ ഇത്ര ഹാപ്പി ആവാൻ കാരണം? നോട്ട് ബാഡ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നീലു, എനിക്ക് അധികം ഫ്രണ്ട് സർക്കിൾ ഒന്നുമില്ല, വളരെ ചുരുക്കമാണ്. വളരെ ചുരുക്കം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം. നമ്മൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ 4 പേരാ നീലുസേ. ഞാന്, റോബി, വസി, പിന്നെ എൻ്റെ കുരുട്ട്. കുരുട്ടോ? അതാരാ? ഈ പേര് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത് ഞാൻ. അവളുടെ പേര് മരിയ, എൻ്റെ കുരുട്ട്, എൻ്റെ മാത്രം കുരുട്ട്. ആക്ച്വലി ഞാനും റോബിയും വസിയും ഒക്കെ ഇവിടെ തന്നെ ജനിച്ച് വളർന്നവരാ. ബട്ട് മരിയ, ഷി വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കാനഡ. ഇവിടെ മെഡിസിൻ പഠിക്കാനായി വന്നതാ. മെഡിസിൻ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് 3 പേരെയും കിട്ടുന്നത്. നമ്മൾ ഈ 4 പേരടങ്ങുന്നതാണ് എൻ്റെ കൊച്ചു ഗ്യാങ്. എല്ലാ തല്ലിപ്പൊളിത്തരത്തിനും അടിച്ചുപൊളിക്കും ഒക്കെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന എൻ്റെ റിയൽ ഫ്രണ്ട്സ്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആരോടാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എൻ്റെ കുരുട്ടിനോടാ. വല്ലാത്തൊരു സേഫ് സോണാണ് അവൾ എനിക്ക്. ശരിക്കും എൻ്റെ കംഫർട്ട് സോൺ എന്ന് തന്നെ പറയാനില്ലോ. ആഫ്റ്റർ 2 years, ലോങ് 2 years, അതിനുശേഷമാണ് അവളെ ഞാൻ നേരിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞ നീലുസേ, ഐ വാസ് റിയലി ഷോക്ക്ഡ്. അവളെ ഞാനവിടെ ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. MD ചെയ്തിട്ട് അവൾ തിരിച്ച് കാനഡയിലേക്ക് പോയി. ഒത്തിരി വട്ടം ഞങ്ങൾ പറഞ്ഞതാ ഞങ്ങളുടെ കൂടെ ഈ ഹോസ്പിറ്റലിൽ കയറാൻ, ബട്ട് അവള് കേട്ടില്ല. ഫൈനലി ഷീ ജോയിൻ ഹിയർ. ഞാൻ നാട്ടിലേക്ക് വന്ന ടൈമിലാണ് അവൾ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി എന്നോടിത് പറയണ്ടെന്ന് വെച്ച് മറച്ചു വെച്ചു എല്ലാം കൂടെ. അവസാനം എൻ്റെ കുരുട്ട് ഞാനിന്ന് കണ്ടു. എൻ്റെ കുരുട്ടിനെ ഞാനിന്ന് കണ്ടു. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഈ തല്ലിപ്പൊളി കാങ്ങ് ഒരുമിച്ച. ഐ ആം സോ ഹാപ്പി. വലിയ കാര്യം, എന്തോ വലിയ കാര്യം പറയുന്ന പോലെ പറയുക. വസുവേട്ടൻ പറയുമ്പോൾ തന്നെ ആ പുള്ളിക്കാരത്തി എൻ്റെ വസുവേട്ടന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ തേവരെ, ഏതായി പുതിയ അവതാരം? നീലു, നീലു, എടാ നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല വസുവേട്ടാ, ഒന്നുമില്ല. അല്ല, വസുവേട്ടൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമൊക്കെ കേട്ടപ്പോ അതിങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. എന്താ അല്ലേ? ഓ അങ്ങനെ. അല്ല, അവർക്ക് എല്ലാവർക്കും എന്നോട് ഇച്ചിരി ദേഷ്യമുണ്ട്, എസ്പെഷ്യലി എൻ്റെ കുരുട്ടിന്. ബിക്കോസ് നാട്ടിലെ പൂജയ്ക്ക് വേണ്ടി വരുവാണെന്നും പറഞ്ഞ് ലീവും എടുത്ത് പോയ ഞാനല്ലേ തിരിച്ചു വന്നപ്പോ കല്യാണം കഴിച്ച് വൈഫിനെയും കൂട്ടി വന്നേ. അവർക്കാർക്കും ഒന്നും വരാൻ പോലും പറ്റിയില്ലല്ലോ. അതാ അവളെന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഒരു കുരുട്ട്, കൺട്രോള് തരണേ എൻ്റെ തേവരെ. അല്ല, ഞാൻ ഇതിനാ വസു എന്ന പുള്ളിക്കാരത്തിയുടെ കാര്യം പറയുമ്പോ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവണേ? എന്ത് മാങ്ങാത്തൊലിയാണോ? ഹേയ്, ഒന്നുമല്ല നീലു, നീ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ നാട്ടിൻ പുറത്താ. ഇതുപോലുള്ള ഡെവലപ്ഡ് കൺട്രിയില് ജനിച്ചു വളർന്ന ആൾക്കാര് ഇങ്ങനെയാണ്. അവർക്കിടയിൽ ആൺപെൺ വ്യത്യാസമില്ല, ഇല്ലാതെയാണ് സൗഹൃദം. അതിന് നീ വേറെ അർത്ഥം കൊടുക്കണ്ട.
നിന്റെ വസുവേട്ടൻ നിന്റെ മാത്രമാണ്. ആ, ശരിയാ. പക്ഷേ അവളുടെ കാര്യം പറയുമ്പോഴേ വസുവേട്ടൻ്റെ സോഫ്റ്റ് കോർണർ കാണുമ്പോൾ എനിക്ക് സഹിക്കണില്ല. ജലസാണോ? വസുവേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ വസുവിൻ്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? അതെന്നാ ഞാൻ എന്തിനാ ചുമ്മാ വെറുതെ ഓരോന്നോർത്ത് കാട് കയറണേ? വസുവേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? കുഴപ്പമില്ല, ഒന്നുമില്ല നീലു, ഒന്നുമേ ഇല്ല. അപ്പൊ അവര് നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്തേക്കുവാ ഈ സൺഡേ. ഫോട്ടോയിൽ കൂടെ മാത്രമല്ലേ അവരൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ, കുരുട്ട് അതുപോലും കണ്ടിട്ടില്ല. എന്റെ ഭാര്യയെ നേരിട്ട് കണ്ടോളാന്നാ പറഞ്ഞ്. അവരൊക്കെ നല്ല എക്സൈറ്റഡാ തന്നെ കാണാന്. അപ്പോ ഈ സൺഡേ നമുക്കൊന്ന് പുറത്തേക്ക് പോയി പാർട്ടിക്കൊക്കെ ചെന്ന് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് അടിച്ചു പൊളിച്ച് തിരിച്ചു വരാം. ഓക്കെ? ഓക്കെ. പോരെ. Hey, Neelima. Good morning. ഹർഷ്, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, എങ്ങനെയുണ്ട് ന്യൂ കോളേജ്? ഇഷ്ടമായോ തനിക്ക്? അല്ല, തേർഡ് ഇയർ വരെ ഏത് മെഡിക്കൽ കോളേജിലാണ് നീലിമ പഠിച്ചേ? പിന്നെ കോളേജൊക്കെ പൊളിയല്ലേ? അമേസിങ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഞാൻ നേരത്തെ പഠിച്ചിരുന്നത് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിലാണ്. അവിടെ നിന്നാണ് നേരെ ഇങ്ങോട്ട്. Oh, really? അപ്പോ താൻ ഫാമിലി ആയിട്ട് വന്നതാ അല്ലേ ഇവിടെ? അല്ല, നീലിമയുടെ വീട്ടില് ആരൊക്കെയുണ്ട്? എനി സിബ്ലിങ്സ്? ഫാമിലിയുടെ കൂടെ വന്നതാ. പിന്നെ സിബ്ലിങ്സ്, യെസ്, ഐ ഹാവ് എൻ എൽഡർ ബ്രദർ. ആൻഡ് ഇവിടെ അച്ഛൻ, അമ്മ, ഞാൻ, പിന്നെ എൻ്റെ. Hey, Harsh, where were you, man? എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? Come, ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിക്കുക തന്നെ. Come fast. Oops, I'm so sorry, man. Yeah, I'm coming. Just 1 minute. Well, okay, Nilma, I'm in a hurry. Well, see you later. Bye. Oh, damn. ഇവനെന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തെ? Pick up the call, Dichu. മറിയാമോ, നീ എന്താടി ഇഞ്ചി അടിച്ച കുരങ്ങിനെ പോലെ നിക്കണേ? Is everything okay? Vazi, he's not picking up the call da. എനിക്കാണേലും ആര് കോൾ എടുക്കുന്നില്ലെന്നാ നീ പറയുന്നേ? എന്താടി? ദിച്ചു അല്ലാണ്ട് വേറെ ആരാ? എന്റെ കർത്താവ്, എത്ര നേരമായിട്ട് ഞാൻ അവനെ കോൾ ചെയ്യുവാണെന്നറിയോ? നോ ആൻസർ. എന്താടാ? എന്റെ പൊന്നു മറിയേ, നിനക്കിത് എന്താടാ? അവൻ ഡ്രൈവ് ചെയ്യോ മറ്റോ ആവും. അപ്പൊ പിന്നെ എങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാനാ? നീ ഇങ്ങോട്ടൊന്ന് വന്നേ, നമുക്കേ വേറെ കുറച്ച് പരിപാടി ഉണ്ട്. വാ എന്റെ കൂടെ. എങ്ങോട്ടേ പോകുന്നേ? ഇവന്റെ ഒരു കാര്യം. ഓ മൈ ഗോഡ്, വസി, നീ അങ്ങോട്ടൊന്ന് നോക്കിയടാ. ഇതാരാ വരുന്നത് നോക്ക്. ഗോഡ്, എന്റെ കർത്താവേ, ഇത്
ഇതാണോ വസി വൈഷ്ണവിന്റെ വൈഫ്? എന്റെ കർത്താവേ, എന്തൊരു ഗോർജിയസ് ആണ് നീലിമ. സോ ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ്. ചുമ്മാതല്ല നമ്മുടെ ചെക്കൻ ഫസ്റ്റ് ലുക്കിൽ തന്നെ മൂക്കും കുത്തി വീണേ. എന്തൊരു മാച്ചാ രണ്ടാളും. ടച്ച് വുഡ് ഗോഡ്, ടച്ച് വുഡ്. റിയലി മാൻ, ഷീ ലുക്സ് ലൈക്ക് an angel, right? ഓ പിന്നെ ഇതല്ലേ പിന്നെ ഏഞ്ചല്. നിനക്കൊക്കെ രണ്ടിനും കണ്ണും കാണാൻ വയ്യേ? ഇതിനെക്കാളും ഞാൻ എന്ത് ഭംഗിയാ കാണാൻ, അല്ലേ? ഓ, എന്തോ എങ്ങനെ? ദേ വരുന്ന ആ സുന്ദരി കുട്ടി എവിടെ കിടക്കുന്നു? നമ്മുടെ ദിച്ചുവിന്റെ കുരുട്ട് മറിയാമ്മ എവിടെ കിടക്കുന്നു? അയ്യോ മറിയാമ്മേ, നിനക്ക് നീലിമയെ കണ്ടിട്ട്, ഐ മീൻ നിന്റെ ദിച്ചുവിന്റെ പെണ്ണിനെ കണ്ടിട്ട് തീരെ വയ്ക്കുന്നില്ല അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും അവര് രണ്ടാളും ഒടുക്കത്തെ മാച്ചാ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓ സീരിയസ്ലി? എന്തൊക്കെ പറഞ്ഞാലും പട്ടിക്കാട് വില്ലേജ് ഗേൾ തന്നെ അല്ലേ? Welcome, welcome, our newly married lovebirds. Welcome. ദിച്ചു, എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുവാ ദിച്ചു? Where were you? Oh, I'm so sorry, madam. ഫോണ് സൈലന്റ് മോഡിലായിരുന്നുടാ. ആൻഡ് ഐ വാസ് ഡ്രൈവിംഗ്. കണ്ടില്ല. ഓ അതൊക്കെ വിട്. ഹായ് നിലിമ, ഐ എം റോബി. നൈസ് ടു മീറ്റ് യു ഡിയർ. ഹലോ. ഹായ്. ഹായ് നിലിമ, ഐ എം വസി. നേരിട്ട് നീലിമയെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഫോട്ടോയിൽ കൂടെ തന്നെ കണ്ടിട്ടുള്ളൂ. എനിവേസ്, വെൽക്കം ടു ദ ക്ലബ് ഡിയർ. ഹാ നിലുസേ, ദേ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കുരുട്ട്, ഡോക്ടർ മരിയ. ദിച്ചു, നിന്നോട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ. നീ വന്നേ. സോറി ടു ഇൻട്രാക്ട് ചെയ്തു നീലിമ. ഒരു 2 minutes, ഞങ്ങളിപ്പോൾ വരാം. ദിച്ചു നീ വന്നേ. ഏയ് മറിയ, എന്നെ ഇങ്ങനെ പിടിച്ച് വലിക്കില്ലേ കുരുട്ടെ. വരുവാ ഞാൻ. മറിയ, എടാ നീ ഇതെന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ദിച്ചു, എവിടായിരുന്നു ഇത്രയും നേരം നീ? അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും ആ കോളം അറ്റൻഡ് ചെയ്തിടായിരുന്നു നിനക്ക്. എന്തോരം ടെൻഷൻ അടിച്ചു എന്നറിയോ ഞാൻ? എടാ ഐ സ്വെയർ ഞാൻ കണ്ടില്ല കോള്. നിന്റെ കോള് കണ്ടാലേ ഞാൻ മനപ്പുറം എടുക്കാണ്ടിരിക്കുന്നത് തോന്നുന്നുണ്ടോ നിനക്ക്? അപ്പോ അതാണ് എൻ്റെ മാഡം ഇങ്ങനെ ഈ കുഞ്ഞു ഫേസ് വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? ഓ ഈ കുരുപ്പിന്റെ കാര്യം. എന്നെ ഇങ്ങനെ ഇട്ട് ടെൻഷനാക്കി കൊന്നിട്ട് ഇങ്ങനെ ചിരിക്കല്ലേ ദിച്ചു നീ? കേട്ടോ? I can really feel the change. ഓക്കേ, ഏതുവരെ പോകുന്നു ഞാനും ഒന്ന് നോക്കട്ടെ. നീ ഇതെന്തൊക്കെയാടാ ഈ പറയുന്നേ? ചേഞ്ചോ? എന്ത് ചേഞ്ച്? സി, എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഞാനേ നിന്റെ ആ പഴയ ദിച്ചു തന്നെയാ. എന്താ എൻ്റെ കുരുട്ടിനെ പറ്റിയേ? എന്താടാ? മറിയാമ്മേ, ദേ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എടാ എനിക്കറിയാം ദാറ്റ് നീ ഒട്ടും ഓക്കെ അല്ല. ആൻഡ് എന്നോട് ഇച്ചിരി ദേഷ്യത്തിലാണെന്നും എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. എടാ സത്യമായിട്ടും പേർപ്പസ്ഫുള്ളി നടന്നതല്ല ഒന്നും. അറിഞ്ഞുകൊണ്ട് ഹൈഡ് ചെയ്തതുമല്ല ഞാൻ. ഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാപ്പൻഡ്. ബട്ട് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്, യു നോ. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു പാർട്ണറിനെ തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ലാതിരുന്ന ടൈമിലാണ് എൻ്റെ നീലിമ എൻ്റെ ലൈഫിലേക്ക് വന്നത്. ഒത്തിരി ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഈ 3 സോൾമേറ്റ്സും എൻ്റെ കൂടെ ആ ടൈം വേണമായിരുന്നു എന്ന്. ബട്ട് ഞാൻ പോലും അറിയാതെ, ഞാൻ പോലും വിചാരിക്കാത്ത ടൈമിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എൻ്റെ മാരേജ് നടന്നത്. എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ കൺസേൺ ടുവേർഡ്സ് മീ. ഇത്ര ചെറിയ ഷോർട്ട് ടൈമിൽ, അതും ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആവാണ്ടിരുന്ന ഒരു സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന മാരേജാണ്. സോ അതിൽ ഞാൻ ഓക്കെ ആണോ, ഹാപ്പി ആണോ എന്നൊക്കെ ഓർത്ത് നീ വരീഡാണ്. ഐ നോ ദാറ്റ്. ബട്ട് ഐ ക്യാൻ ടെൽ യു വൺ തിങ് ഡാ. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ദാറ്റ് ഞാൻ ആഗ്രഹിച്ച പോലൊരു ലൈഫ് പാർട്ട്ണറിനെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അതിൽ ഞാൻ
സത്യം പറഞ്ഞാൽ 110% ഹാപ്പിയും സാറ്റിസ്ഫൈഡും ആണ്. സോ അതോർത്ത് എൻ്റെ കുറിട്ട് ടെൻഷൻ ആവരുത് പ്ലീസ്. എൻ്റെ നീലും അവൾ ശരിക്കും ഒരു പാവമാടാ, ശരിക്കും ഒരു പ്യുവർ സോളാണ്. മനസ്സിൽ നന്മ മാത്രമുള്ള എൻ്റെ സുന്ദരി കുട്ടി അവൾ. ലൈക്ക് യു. ആ അതെ അതെ, എത്ര സുന്ദരിയാണെന്നും ഇന്നസെന്റ് ആണെന്നും ഒക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല ഒന്നാന്തരം പട്ടിക്കാട് തന്നെയല്ലേ ഇതിച്ചു ആ കൊച്ച്. ഈ ഡെവലപ്ഡ് കൺട്രിയിൽ ജനിച്ച് വളർന്ന നീയുമായിട്ടേ നല്ല മാച്ചാ നീലിമ, വളരെ നല്ല മാച്ചാ. അതിനെ എന്നെ വെച്ച് കമ്പയർ ചെയ്യുകയാണോ നീ? കള്ളം, വളരെ നന്നായിട്ടുണ്ട്. ഡേഡി കുരുട്ടെ വേണ്ട. എന്തേ നീ കൂടുതൽ ചിരിക്കണ്ട കേട്ടോ ദിച്ചു, കാര്യം തന്നെയാ ഞാൻ പറഞ്ഞേ. ഹാ അത് ശരി. എന്നാ പിന്നെ നിനക്ക് എന്നെ അങ്ങ് കെട്ടിക്കൂടായിരുന്നു അറിയാമേ? അല്ല പിന്നെ. അതെ നീ വന്നേ ഇങ്ങോട്ട്, നമുക്കേ അങ്ങോട്ട് പോവാം. അവരൊക്കെ പോസ്റ്റ് ആയിട്ട് നിൽക്കുക. വാ. നീ ചെല്ലേ, ഞാനിപ്പോ വരാം, ഇപ്പൊ വരാം. ഇവളെ കൊണ്ട് ഓക്കെ പെട്ടെന്ന് വന്നേക്കണേ. ആ ശരി. ദിച്ചു, നീ എന്താ ഇപ്പൊ പറഞ്ഞേ? എന്താ നീ ഇപ്പൊ പറഞ്ഞേ? അപ്പൊ നിന്റെ മനസ്സിലും ഞാൻ ഉണ്ടായിരുന്നല്ലേ? ഓ സാറൊന്ന് വന്നിരുന്നെങ്കിൽ ഈ പാർട്ടി ഒന്ന് തുടങ്ങായിരുന്നു. അല്ല മറിയാമ്മ എന്തേ? ഓ ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ. ഓക്കെ, അപ്പോ നമ്മുടെ കോളം തികഞ്ഞ സ്ഥിതിക്ക് ഇനിയും വെച്ച് താമസിപ്പിക്കുന്നില്ല. അപ്പോ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് വൈഷ്ണവിന് നമ്മൾ 3 കുട്ടിപ്പട്ടാളങ്ങൾ നൽകുന്ന കുഞ്ഞു ട്രീറ്റ് ആണിത്. ഓക്കെ, സോ ലെറ്റ്സ് എൻജോയ്. ജസ്റ്റ് ബിഫോർ ദാറ്റ്, അതിനു മുന്നേ ഞങ്ങളുടെ 3 പേരുടെയും ഒരു കുഞ്ഞു ഗിഫ്റ്റും കൂടെ ഉണ്ട്. അറിയാം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായി, പക്ഷെ നമ്മൾ കാണുന്നത് ഇപ്പോഴാണ്. സോ എന്തായാലും മിസ്റ്റർ ആൻഡ് മിസ്സസ് വൈഷ്ണവിന് പാരീസിലേക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ്, ഇതാണ് ഞങ്ങളുടെ വക ഗിഫ്റ്റ്. ഓക്കെ, okay, now let's enjoy the party, dears. Let's have fun together. Come on, Mima, come on, enjoy. She know what I knew I never could. Know that I can't find nobody else as good as you. I need you to stay, need you to stay. I do the same. Es pa' quebrar cultura, vamos a danzar cultura. Hoy, 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 hoy. Rockabye, baby, rockabye. I'm gonna rock you, rockabye, baby. Don't you cry. Somebody's got you. Dis-moi qui est le plus beau, qui t'a devenu un mégalo. Viens donc chatouiller mon ego. Allez, allez, allez. Can you blow my whistle, baby, let me know. Girl, I'm gonna show you how to do it, and we start real slow. You just put your lips together and you come real close. Can you blow my whistle, baby, You know what to do with that big fat butt. You say you love me, I say you crazy. We're nothing more than friends. You're not my lover, more like a brother. I know you since we were like 10. Fine light in the beautiful sea. I choose to be happy. You and I, we're like diamonds in the sky. ദിച്ചു, വാ നീ എൻ്റെ കൂടെ, വാ വാ വന്നേ. ദിച്ചു, വാ വാ
really dance. I hear her purring up, but she's tight. Never get around, see I get you excited and call her boyfriend up. Yo soy una chica loca, ven y besa mi boca, esta noche es caliente. ഷേ, ഇവളിത് എന്തൊക്കെയാ കാണിക്കുന്നേ? മറിയ, മതി വന്നെ നീ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ ഓവറാ. മതി നിർത്ത്, വാ വരാൻ എന്റെ കൂടെ. എന്നെ എങ്ങോട്ട് കൊണ്ടുവന്നേ? ടീച്ചു, ഞാൻ ടീച്ചിന്റെ കൂടെ പൊക്കോളാം. വിടാനും ദേ, എന്റെ വായിരിക്കുന്നൊന്നും കേക്കരുത്. നീ മിണ്ടാണ്ട് വന്നോ? വൈഷ്ണവ്, അളിയ, നീ നീലിമെടുത്ത് ചെല്ലേ. അവളിച്ചിട്ട് ഡെസ്പാണ്, നീ ചെല്ലേ. മറിയ ഞാൻ കൊണ്ടാക്കിക്കോളാം, സീനില്ല. റോബി വാ. അളിയ സൂക്ഷിച്ചു പോണേ, അവള് നല്ല രീതിയിൽ ഓവറാ മറിയമ്മ. സുഷീനും കേട്ടോ. നീലു, അവളെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അറിയാമല്ലോ നിനക്ക് മറിയമ്മയുടെ സ്വഭാവം, അവള് എന്നെ വിട്ട് പോവില്ല. ഡോണ്ട് വറി, നീലിമേനെ ഞാൻ മാനേജ് ചെയ്തോളാം. യു ഗൈസ് ക്യാരി ഓൺ, ചെല്ലേ. ആ മക്കളെ, എത്തിയോ നിങ്ങള്? ആഹാ, പാർട്ടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, മോക്ക് എന്താ പറ്റിയേ? ഫേസ് ഒക്കെ വല്ലാണ്ടിരിക്കുകയാണല്ലോ. എന്താ മോളെ, വയ്യേ? ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. നല്ല തലവേദന. ചിലപ്പോൾ ഈ പാർട്ടിക്ക് പോയി ആ ബഹളത്തിൻ്റെ ഇടയിൽ നിന്നിട്ടാവും. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, അപ്പം മാറും. ആ എന്നാ ശരി, മോൾ ചെന്ന് കിടക്ക് കേട്ടോ. വസു, മോക്ക് ടാബ്ലറ്റ് എന്തെങ്കിലും കൊടുക്കടാ. ചെല്ലേ, നീ ചെല്ലേ. ആ ഓക്കെ അച്ഛാ. നീലുസേ, മോളെ, എടാ കരയുവാണോ? നീലു, മോളെ എന്നെ ഒന്ന് നോക്ക് നീ പ്ലീസ്. എത്ര സമയം കൊണ്ട് നിന്നോട് ഞാൻ പറയുവാണ്, നിന്നെ ഞാൻ വിളിക്കുവാണ്, എന്നെ ഒന്ന് നോക്കടാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്ലീസ്, എന്നെ കുറച്ച് സമയത്തേക്കൊന്നും വെറുതെ വിട്. എന്നൊന്ന് ഒറ്റയ്ക്ക് വിട് പ്ലീസ്. വസുവേട്ട പ്ലീസ്, കുറച്ചു നേരം ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ. മോളെ, ഐ നോ, എനിക്കറിയാം എൻ്റെ ഭാഗത്ത് ഫോൾട്ട് ഉണ്ട്. ഐ എഗ്രി, ബട്ട് ഐ ക്യാൻ എക്സ്പ്ലെയിൻ. നീ ഒന്നൊന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കൊണ്ടിരുന്ന നീലു, നീലു അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് നോക്കുമെങ്കിലും ചെയ് പ്ലീസ്. എന്നെ ഒന്ന് നോക്കടാ മോളെ. എനിക്ക് വസുവേട്ടനോട് ദേഷ്യവും പിണക്കോ ഒന്നുമേ ഇല്ല. പക്ഷെ വസുവേട്ടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു ഭാര്യയാണ്, വസുവേട്ടൻ്റെ ഭാര്യയാണ്. വസുവേട്ടൻ ജനിച്ച പോലെ ഈ ഡെവലപ്ഡ് കൺട്രിയിലല്ല ഞാൻ ജനിച്ചത്. ഞാനൊരു തനി നാട്ടുപുറത്ത് ജനിച്ച് വളർന്നത്. എൻ്റെ സംസ്കാരവും എൻ്റെ രീതികളും ഒക്കെ അങ്ങനത്തതാണ്. ചില കാര്യങ്ങളൊന്നും എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് വരില്ല. ഞാൻ ഒരിക്കലും വസുവിനെ കുറ്റം പറയുന്നതല്ല. എനിക്ക് വിശ്വാസമാണ് എൻ്റെ ഹസ്ബൻഡിനെ. എൻ്റെ കഴുത്തിൽ താലി കെട്ടി എനിക്ക് നല്ലൊരു ജീവിതം തന്ന് എൻ്റെ വസുവേട്ടന് എനിക്ക് അങ്ങേയറ്റം വിശ്വാസമാണ്. എൻ്റെ ദേവനെ പോലെ എനിക്ക് വിശ്വാസമാണ്. പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല വസുവേട്ട. നീലുസേ, എനിക്കത് അറിയാടാ, എനിക്കത് നല്ല ബോധ്യമുള്ള കാര്യവുമാണ്. ഞാൻ പേർപ്പസ്ഫുള്ളി ചെയ്തതല്ല ഒന്നും, ഐ സ്വെയർ.
സത്യമായിട്ടും അല്ല. എനിക്കറിയാം നീ എൻ്റെ ഭാര്യയാണെന്ന്. എൻ്റെ ലൈഫിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ അമ്മ കഴിഞ്ഞാൽ നീ തന്നെയാണ്. അതിലൊരു മാറ്റം വരില്ല, ഒരിക്കലും ഉണ്ടാവത്തുമില്ല അങ്ങനെയൊന്നും. മോളെ ദേ നോക്ക്, മറിയ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സേഫസ്റ്റ് സോണാണ്. അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെക്കാട്ടിലും ഒരുപാട് മുകളിലാണ് അവൾ. എനിക്ക് ഒരുപാട് മുകളിൽ. അവൾ ഞാനും തമ്മിൽ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഒരു ബാരിയർ ഇല്ലടാ, ഒരു മതിലില്ല. കാര്യം എനിക്ക് അവൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ റിയൽ സോൾമേറ്റ്. അവൾ എന്നോട് കാണിക്കുന്ന ഫ്രീഡം, എന്നോട് എടുക്കുന്ന ഫ്രീഡം, എന്നോട് കാണിക്കുന്ന സ്നേഹം, അതൊന്നും ഒരിക്കലും മറ്റൊരു രീതിയിലല്ല. ഒരിക്കലും തിരിച്ചെനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ആ ഒരു രീതിയിലല്ല നീ കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലായടാ. അവള് നിന്റെ മുന്നിൽ വെച്ച് എന്നോട് ഓവർ ഫ്രീഡം കാണിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എനിക്കത് മനസ്സിലാവും, എനിക്കതൊരിക്കലും സഹിക്കാൻ പറ്റിയില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഐ എം റിയലി സോറി മോളെ, ഐ എം റിയലി സോറി. എന്നോട് ക്ഷമിക്കുന്നേ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം, ഐ സ്വെയർ. ഇനി ഏട്ടാ ശ്രദ്ധിച്ചോളാം. ദേ നോക്കുന്നേ ലൂസേ, കരയല്ലേ പൊന്നല്ലേ. ദേ എന്നെ നോക്കുന്നേ, എൻ്റെ മുഖത്തേക്ക് നോക്കടാ. എന്നെ ഒന്ന് നോക്കുന്നില്ല സേ. നോക്ക്, മറിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് അവളെയോ അവൾക്ക് എന്നെയോ ഒരിക്കലും മറ്റൊരു കണ്ണുകൊണ്ട് ഈ ജന്മം കാണാൻ കഴിയില്ല. നെവർ ആൻഡ് എവർ. അത് മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും നീ മനസ്സിലാക്കണം. കാര്യം നീ എൻ്റെ ബെറ്റർ ഹാഫാണ്, നീയാണ് എൻ്റെ പകുതി. നീ അത് മനസ്സിലാക്കാണ്ട് പോകരുത് മോളെ, ഒരിക്കലും. എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് സ്ഥാനം പിടിച്ചത് ദേ ഈ നാട്ടും പുറത്തുകാരി പെൺകുട്ടി തന്നെയാണ്. അതെൻ്റെ മരണം വരെ അങ്ങനെ തന്നെയായിരിക്കും. ഒരു മാറ്റം അതിനുണ്ടാവാൻ പോണില്ല. ദേ ഈ ഹൃദയത്തിൻ്റെ അകത്തെ ഈ ഒരു മകവാളെ, ഈ ഒരാൾ മാത്രമാണ് ഉള്ളത്. ആ സ്നേഹം മറ്റാർക്കും പങ്കിട്ട് പോവില്ല. Because I love you that much. നീ എൻ്റെ ജീവനാടി പൊട്ടിക്കാളി. എനിക്കതറിയാം ബസ്വേട്ടാ, എനിക്കതറിയാം. I love you. എന്നിട്ടാണോ ഇങ്ങനെ കിടന്ന് കരഞ്ഞു കൂവി വിളിച്ചേ? Love you so much. ഈ മിസ്സസ് വൈഷ്ണവേ ലൈഫ് ലോങ് മിസ്സസ് വൈഷ്ണവ് തന്നെയായിരിക്കും കേട്ടോ, എൻ്റെ ചെല്ലക്കുട്ടി. അതെ, ഇപ്പോഴും മാറിയില്ലേ എൻ്റെ ചെല്ലക്കുട്ടിയുടെ പിണക്കം? സോറി. അപ്പൊ പിന്നെ എങ്ങനെ പറക്കുമല്ലേ പാരീസിലേക്ക് for 1 week? മനസ്സെല്ലാം മഴയേ നനகிறேன் உயிரே, என் நெஞ்சில் வந்து தங்கி சாரல் அடித்தாய் என்னாகும் உயிரே, என் கண்ணில் வந்து நின்று என்னை பறித்தாய் என்னாகும் உயிரே.
நாள் என் அழகே வந்தது உன் முகம்தான். வெண்ணிலவோ வாழ்ந்ததும் தேந்திடுமே, உன் அழகோ தேந்திடாது வெண்ணிலா. இருப்பது சூரியனா, என் அழகே உன்னிரு பார்வைகள் தான், உன்னிமைகள் போரிடும் ஆயுதம் தான், என் உயிரே என்னை என்ன செய்கிறான். மழையே மனம் உன்னாலே பூ பூக்குதே, மனசெல்லாம் மழையே நனைகிறேன் உயிரே. வானில் போகும் பறவைகளாய் நீயும் நானும் பிரிந்திடலாம், உலகையே மறக்கலாம். வேறு வேறு விண்வெளியில் மாறி மாறி திரிந்திடலாம், பறக்கலாம் மிதக்கலாம், காற்றாகி கை கோர்த்து போவோமே, முகிலாகி எங்கும் இங்கும் ஊஞ்சலாடுவோம். வாழ்வது சாத்தியமா, எதிரே நடப்பது மந்திரமா, கண் பார்க்கும் காட்சிகள் தந்திரமா, என் தேகம் எங்கு நீங்கி போவதோ. கனவில் வாழ்வது சாத்தியமே, என் கனவும் பலிப்பது நிச்சயமே, உன் விரலை பிடிப்பேன் நிக்கணமே, உன் உருவம் என்னுள் என்றும் வாழுமே. மழையே மனம் உன்னாலே பூ பூக்குதே, மனசெல்லாம் மழையே நனைகிறேன் உயிரே. காதலாகி கரைந்து விட்டால் காலம் நேரம் மறந்திடுமே, வானிலை மாறுமே. ஏழு வண்ண வானவில்லில் 100 வண்ணம் தோன்றிடுமே, யாவுமே மாயமே. வெயிலோடு மழை வந்து தூருமே, முகிலாகி எங்கும் இங்கும் ஊஞ்சலாடுவோம். தலையில் விண்மீன் வருவதில்லை, வந்தாலும் கண்ணதை பார்ப்பதில்லை, பார்த்தாலும் கையதை தொடுவதில்லை, தொட்டாலோ என்ன ஆகும் என் மனம். தலையில் விண்மீன் வருவதுண்டு, வந்தாலும் கண்ணதை பார்ப்பதுண்டு, பார்த்தாலும் கையதை தொடுவதுண்டு, தொட்டாலோ காதலாகும் உன் மனம். மழையே மனம் உன்னாலே பூ பூக்குதே, மனசெல்லாம் மழையே. Vasi? Huh? Dr. Handsome എത്തിയോ? How was your honeymoon, Alia? പൊളിച്ചോ? പിന്നല്ല. ഫോണ് പോലും ഞാൻ മാറ്റി വെച്ചു. ഫുൾ ടൈം എൻ്റെ നീലുവിൻ്റെ കൂടെ തന്നെയായിരുന്നു. പാവം, ഒത്തിരി ഹാപ്പി ആയി അവള്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. അല്ല, ബാക്കിയുള്ള വാലൊക്കെ എന്തേ? ഓ അളിയ, ദേ പിന്നെ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് മറിയ എൻ്റെ ചെവി തിന്നുമായിരുന്നു ഈ ഒരാഴ്ച.
ഈ ഹണിമൂണിൻ്റെ ഗിഫ്റ്റ് ഈ ഹണിമൂൺ ഗിഫ്റ്റ് എൻ്റെ ഐഡിയ ആയിരുന്നെന്നും പിന്നെ വേറെ ഒരു ഗിഫ്റ്റും കിട്ടിയില്ലേ കൊടുക്കാനെന്നും നിന്നെ ഒന്ന് വിളിച്ചിട്ട് കിട്ടുന്ന പോലും ഇല്ല എന്നും പറഞ്ഞ് എന്നെ ഒന്ന് കോണ്ടാക്ട് പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് താണ്ഡവമായിരുന്നു ഇവിടെ. എൻ്റെ പടച്ചോനെ, എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ ആക്ച്വലി തിരിച്ചെത്തിയപ്പോൾ അച്ഛനമ്മയും പറഞ്ഞു അവള് ഒത്തിരി തവണ വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്ന്. ഞാൻ എത്തിയോ, എന്നെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വീട്ടിലൊത്തിരി തവണ വിളിച്ചു എന്ന് പറഞ്ഞു. ആക്ച്വലി ഞാൻ വീട്ടിലെ കോള് പോലും അറ്റൻഡ് ചെയ്തിരുന്നില്ല. ലൈക്ക് എന്താ പറയുക, എന്നെ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ അച്ഛനും അമ്മയും സത്യം പറഞ്ഞാൽ നീലുവിൻ്റെ ഫോണിലേക്കാണ് വിളിച്ചത്. ഞാൻ എൻ്റെ ഫോണ് സ്വിച്ച് ഓൺ ആക്കിയിരുന്നില്ല, അതാണ് സത്യം. അല്ല, പറയുന്ന പോലെ എൻ്റെ കുരുട്ട എവിടെ? അവള് 2 days ആയിട്ട് ലീവാണ് വൈഷ്ണവ്. ഞങ്ങൾ വിളിച്ചു, അപ്പോൾ പറഞ്ഞു മൈൻഡ് തൊട്ട് ഓക്കെ അല്ല, കുറച്ച് റെസ്റ്റ് വേണം എന്നൊക്കെ. 2 days കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞു. എന്താടാ, എന്താ പറ്റിയ അവൾക്ക്? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വെയിറ്റ് 1 minute. ഓ, ഇവളെന്താ കോൾ എടുക്കാത്തേ? വസി, ഇഷി ഓക്കെ? നിന്നോട് അവൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓ ഡാമേറ്റ്. റോബി, ഓപ്പിക്ക് ടൈം ആയില്ലല്ലോ, നമുക്കൊന്ന് അവളുടെ ഫ്ലാറ്റ് വരെ പോയിട്ട് വരാമോ? ഇനി വയ്യാണ്ട് എന്തെങ്കിലും കിടക്കുവാണെന്ന് അറിയില്ലല്ലോടാ. അവൾ ഒറ്റയ്ക്കല്ലേ ഫ്ലാറ്റിൽ. നീ വാ, നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയിട്ട് വരാം. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതാ, വാ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ഹേയ് വൈഷ്ണവ്, നീ ഡോണ്ട് വറിടാ. അവൾക്ക് ഫിസിക്കലി ഒരു കുഴപ്പമില്ല. ഇത് ആക്ച്വലി നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. നീ തിരിച്ചെത്തിയെന്ന് അറിയുമ്പോൾ തന്നെ അവൾ താനേ ഇങ്ങ് വന്നോളും. നീ ചുമ്മാ അതോർത്ത് ടെൻഷൻ ആവാതെ. ഡോണ്ട് വറി മാൻ. ഇവളുടെ ഒരു കാര്യം. എന്തായാലും ഓപ്പ് കഴിഞ്ഞിട്ട് അവളെ ചെന്നൊന്ന് കാണാം. അല്ലെങ്കിൽ ഇനി അത് മതി. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, രണ്ടും കണക്കാ. അവളുടെ താളത്തിനനുസരിച്ച് തുള്ളിക്കോണം നീയെ, കേട്ടോ? വൈഷ്ണവ്, ഒരു കാര്യം എന്നോട് ഞാൻ തുറന്നു പറയാം. ആക്ച്വലി നീ ഇപ്പോൾ എന്താ പറയുക, മറിയയുടെ പഴയ തിച്ചു മാത്രമല്ല. നീ ഇപ്പോൾ ഒരു ഹസ്ബൻഡാണ്. എത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞാലും അതൊരിക്കലും നീലിമയെ വേദനിപ്പിച്ചു കൊണ്ടാവരുത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിനക്കും അറിയാം, മറിയം എൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ പല കാര്യങ്ങളിലും ഓവറാണ്, ഭയങ്കരമായിട്ട് ഓവറാണ്. അവളോടുള്ള ഓവർ സ്നേഹവും കെയറും അറ്റൻഷനും കാരണം മേ ബി നിനക്കതൊരു പക്ഷേ മനസ്സിലാവില്ല, ബട്ട് ഞങ്ങൾക്കത് മനസ്സിലാവും. നീലിമ നിൻ്റെ കൂടെയുള്ള ടൈമിൽ പോലും മറിയ അതിനെക്കുറിച്ച് ഒട്ടും തന്നെ ബോധേഡല്ല. അന്ന് ആക്ച്വലി പാർട്ടിയുടെ ആ ഒരു സമയത്ത് തന്നെ കണ്ടതല്ലേ നീ? എന്തൊക്കെയാ അവൾ കാണിച്ചു കൂട്ടിയേ? നീലിമയെ സത്യം പറഞ്ഞാൽ അത് ഒത്തിരി ഹേർട്ട് ചെയ്തു. അത് കണ്ടു നിന്ന ഞങ്ങൾക്ക് മനസ്സിലായി നല്ലപോലെ. അതുകൊണ്ട് തന്നെയാ അവളെ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും അന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു പോയെ. മറിയെ സത്യം പറഞ്ഞാൽ ലൈക്ക് നമ്മുടെ മറിയാമ്മേനെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ല. ബിക്കോസ് അവൾ ഒരിക്കലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനും പോണില്ല. ലൈക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാനും പോണില്ല. എന്തിനു കൂടുതൽ പറയുന്നു, നീ ഇപ്പോൾ മാരീഡ് ആണെന്ന റിയാലിറ്റി പോലും അവൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലടാ. മനസ്സിലാവുന്നില്ല എന്താ അവൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണേന്ന്. ഐ നോ വസി, എനിക്കത് മനസ്സിലാവുന്നുണ്ട് നല്ല പോലെ. നമ്മുടെ മറിയമ്മയ്ക്ക് നീലിമയോടുള്ള ആറ്റിറ്റ്യൂഡ് അന്ന് ഞാൻ ശരിക്കും കണ്ട് മനസ്സിലാക്കിയത് തന്നെ. മേ ബി എൻ്റെ ഈ സ്നേഹം ഷെയറായി പോകുന്നത് കൊണ്ടാവാം നീലുവിൻ്റെ കാര്യം കേൾക്കുന്നത് തന്നെ മറിയയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. എനിക്കറിയില്ല അവളെന്താ ഇങ്ങനെയെന്ന്. എന്തായാലും നമുക്കവളെ മെല്ലെ പറഞ്ഞ് മനസ്സിലാക്കാം കാര്യങ്ങൾ. ഒന്നിൻ്റെ പേരിലും അവളെ വേദനിക്കുന്ന കാണാൻ എനിക്ക് കഴിയില്ല വസി. നമുക്ക് മെല്ലെ പറഞ്ഞ് ശരിയാക്കാം. എനിക്കറിയാലോ അവൾ എൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം പോസസീവാണ്. അതാണ് മെയിൻ റീസൺ. ശരിയാക്കാടാ, ശരിയാക്കാം. നിനക്ക് മാത്രമേ അവളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയൂ വൈഷ്ണവ്. നീ പറഞ്ഞാൽ മാത്രമേ അവളെ കേൾക്കൂ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിതിപ്പോൾ നിന്നോട് പറഞ്ഞത് തന്നെ. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് യു ടു ബി ഇൻ ട്രബിൾ. ഐ നോ, എനിക്കറിയാം നിനക്ക് നിൻ്റെ കുരുട്ട് ആരാണെന്നും എന്താണെന്നും. ഐ നോ വെരി വെൽ. ബട്ട് അതൊരിക്കലും നിൻ്റെ ഫാമിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യരുത്, കേട്ടോ? ആൻഡ് മോർ ഓവർ നീലിമ
ഞാൻ മനസ്സിലാക്കിയെടുത്തോളും സച്ച് എ ബ്യൂട്ടിഫുൾ സോളാണ് അവള്. പാവമാണ്. തനി നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന ഒരു സുന്ദരിക്കുട്ടി. സച്ച് എ പ്യുർ സോൾ. അവളുടെ മനസ്സ് നീ ഒന്നിൻ്റെ പേരിലും വേദനിപ്പിക്കരുത് വൈഷ്ണവ്, ഒന്നിൻ്റെ പേരിലും. കാര്യം നീലിമയ്ക്ക് ഇതൊക്കെ ഏത് രീതിയിൽ അവൾ എടുക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബിക്കോസ് നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് വൈഷ്ണവ്. അവൾ ജനിച്ച് വളർന്ന സിറ്റുവേഷൻ, അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവൾ വളർന്ന സൊസൈറ്റി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച് വളർന്നതിനെക്കാട്ടിലും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ നീ സൂക്ഷിച്ച് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യണം കേട്ടോ. ഓ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് വസി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് നീ പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചോളാം. ഈ രണ്ടുപേരും എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ ഒരാൾ എൻ്റെ ജീവിതമാണെങ്കിൽ മറ്റൊരാൾ എൻ്റെ ഏറ്റവും വലിയ സേഫസ്റ്റ് സോണാണ്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ലടാ. ഐ മീൻ, എൻ്റെ നീലുവിന് വേണ്ടി എൻ്റെ കുരുട്ടിന് വേണ്ടി എൻ്റെ നീലുവിനെയോ വേദനിപ്പിക്കാൻ സത്യമായിട്ട് എനിക്ക് കഴിയില്ല. രണ്ടുപേരും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നീലു ഇന്നലെ എൻ്റെ ലൈഫിൽ വന്നു കയറിയ ഒരാളാണ്. പക്ഷേ അവളെൻ്റെ ജീവനാണിപ്പോൾ, എൻ്റെ ലൈഫാണ്, എൻ്റെ എന്ത് പറയാനാ, എൻ്റെ തന്നെ ഒരു ഭാഗമാണ് എൻ്റെ നീലു എനിക്ക്. ലൈക്ക് മറിച്ച് മറിയമ്മയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവളെനിക്ക് സത്യം പറഞ്ഞാൽ അവളെൻ്റെ ഏറ്റവും വലിയ സേഫസ്റ്റ് സോണാണ് വസി. ഐ നോ, എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ മറിയമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഓക്കെ, നീ ഡോണ്ട് വറി, ഞാൻ ശരിയാക്കാം. മറിയമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വസി. പെട്ടെന്ന് അവൾക്ക് എന്താ ഇങ്ങനെ ഒരു ചേഞ്ച് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലടാ. വെൽ, സെറ്റാക്കാം നമുക്ക് കേട്ടോ. ഡോണ്ട് വറി. അല്ല, നീ വന്നേ, ഓപ്പയ്ക്ക് ടൈമായി. വാ. ഹലോ വസുവേട്ടാ, തിരക്കാണോ? നീലുസേ, പറടാ. തിരക്കാണോ എന്ന് ചോദിച്ചാൽ യെസ്, കുറച്ച് തിരക്കാണ്. ഇച്ചിരി അധികം പേഷ്യൻസ് ഉണ്ടടാ. എന്തുപറ്റി? അല്ല, അത് പിന്നെ വസുവേട്ടാ, എനിക്കിന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, ഒരു 12:30 വരെ ക്ലാസ് ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേനും പിന്നെ ക്ലാസ് ഇല്ല. വസുവേട്ടന് വിളിക്കാൻ വരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാനൊരു ക്യാബ് എടുത്ത് പോട്ടെ വീട്ടിലേക്ക്? ഓ ആണോ മോളെ, എനിക്ക് ഇറങ്ങാൻ പറ്റില്ലടാ. എന്തായാലും നീ തനിച്ച് വരണ്ട, ബിക്കോസ് അധികം ഒന്നും പരിചയമായിട്ടില്ലല്ലോ സ്ഥലം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛൻ വന്ന് വിളിച്ചോളൂ. ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നിന്നാൽ മതി, അച്ഛൻ വന്ന് പിക്ക് ചെയ്യും കേട്ടോ. ഞാൻ എന്തായാലും ഇന്ന് വരാൻ നല്ല ലേറ്റ് ആവും. കാര്യം ഇന്ന് ഇച്ചിരി അധികം പേഷ്യൻസ് ഉണ്ട്. അപ്പം അത് മാത്രമല്ല, കുറച്ച് റൗണ്ട്സിനൊക്കെ പോകാനുണ്ട്. ഇച്ചിരി ലേറ്റ് ആവും കേട്ടോ. അച്ഛൻ വന്ന് പിക്ക് ചെയ്തോളൂ. ഓക്കെ വസുവേട്ടാ. പിന്നെ ഫുഡ് സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കണം കേട്ടോ, മിസ്സാക്കരുത്. ഫുഡ് കഴിക്കണേ. പിന്നെ മിസ് യു കെട്ടിയോനെ, വല്ലാണ്ട് മിസ് ചെയ്യുക. ആൻഡ് ലവ് യു സോ മച്ച്. ഒത്തിരി ലേറ്റ് ആണ്ട് വന്നേക്കണം വസുവേട്ടാ കേട്ടോ. ശരി, എന്നാ നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ വെക്കുവാണേ. ബൈ. ഓ, ഞാൻ കഴിച്ചോളാവേ പോലെ. പിന്നെ ഞാനും വല്ലാണ്ട് മിസ് ചെയ്യുക എൻ്റെ ഈ ചെല്ലക്കുട്ടി. ലവ് യു സോ മച്ച്. തൽക്കാലം എൻ്റെ മോളെ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേ. ബാക്കി ഞാൻ വന്നിട്ട് കേട്ടോ. സൂക്ഷിച്ച് പോകണം കേട്ടോ. അച്ഛൻ വന്ന് പിക്ക് ചെയ്തോളൂ. വൈകിട്ട് കാണാവേ. ലവ് യു. മറിയാമോ, എത്തിയോ എൻ്റെ മാഡം? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഫ്ലാറ്റിലേക്ക് വരാനായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ഓക്കെ ആയോ മൈൻഡ്? എന്തിനാ ടീച്ചർ നീ ഇങ്ങനെ അഭിനയിക്കുന്നേ? ഇല്ലാത്ത സ്നേഹവും കെയറും എന്തിനാ നീ ഇങ്ങനെ അഭിനയിക്കുന്നേ എൻ്റെ മുന്നിൽ? നീ എൻ്റെ ആ പഴയ ദിച്ചു അല്ല. നോ, അല്ല. ഏയ് മറിയ, എന്താടാ? ഐ നോ, കഴിഞ്ഞ 1 വീക്ക്
കഴിഞ്ഞ 1 വീക്ക് നിന്നെ ഞാൻ വിളിക്കാത്തതിലാണ് എൻ്റെ കുരുട്ടിന് ഈ ദേഷ്യം എന്ന് എനിക്കറിയാം. ഐ എം സോറി, ഐ എം റിയലി സോറി. ഫോൺ ഞാൻ യൂസ് ചെയ്തിരുന്നില്ലടാ, അതല്ലേ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ ടെൻസ്ഡ് ആയോ? What? Tensional? Why should I? Why the hell should I? ഇങ്ങോട്ടില്ലാത്ത കൺസേൺ അങ്ങോട്ട് മാത്രം എന്തിനാ ദിച്ചു? അതിൻ്റെ ആവശ്യമില്ല. നീലിമയുടെ കൂടെ നിന്റെ ഹണിമൂൺ നീ സെലിബ്രേറ്റ് ചെയ്ത് നടന്നപ്പോൾ എങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളത് മറന്നു അല്ലേ ദിച്ചു നീ? എത്ര മാത്രം ഞാൻ ഐ എം സോറിടാ, സോറി മറിയമ്മേ. നീ ഇങ്ങനെ ഈ സില്ലി കാര്യങ്ങൾക്ക് വെറുതെ ടെൻഷൻ ആവാതെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. പേഷ്യൻസ് കുറച്ച് ഓവറാണെന്ന്. ഐ മീൻ, നീ കണ്ടതല്ലേ ഒപ്പിൽ നിൽക്കുന്ന പേഷ്യൻസിൻ്റെ തിരക്ക്. അത് കഴിഞ്ഞ് നമുക്ക് 4 പേർക്കും കൂടെ ഒന്ന് പുറത്തേക്ക് പോയി വരാം. ഓക്കെ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഒപ്പി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വിളിക്കാം. ചെല്ലേ. No, Dichu. I want to talk to you now. Right now. മറിയ പറയുന്ന കേക്ക് നീ പ്ലീസ്. പേഷ്യൻസ് ഒത്തിരി ഉണ്ട്. ഈ ടൈമിൽ ഇങ്ങനെ വാശി കാണിക്കല്ലേ നീ. പറയുന്ന കേക്ക്. Dichu, can you talk to me now? Huh? Tell me. നിനക്ക് ഇപ്പോ എന്നോട് സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ? Oh, what is wrong with you, Maria? Huh? Why are you behaving like this? I don't understand. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു ഓപ്പി കഴിഞ്ഞ് ഞാൻ വരാമെന്ന്. Say yes or no, Dichu. ഇപ്പോ എനിക്ക് നിന്നോട് സംസാരിക്കണം. Can you or not? No, പറ്റില്ല. ഇപ്പോ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റില്ല. ഐ എം എ ഡോക്ടർ. പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എൻ്റെ പേഷ്യൻസ് ആണ്. ഐ ഹാവ് എ കമ്മിറ്റ്മെന്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദെം. ഒരു ഡോക്ടറായ നിനക്കത് മനസ്സിലാവുന്നില്ല എങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ. ഓക്കെ? So you don't want to talk to me, അല്ലേ? അപ്പോൾ ഈ ഞാൻ നിനക്ക് ആരാധിച്ചു? Tell me, who am I to you? Huh? Maria, please. Please don't test my patience. Please. ഇപ്പോൾ നീ ചെല്ല്. സംസാരിച്ചാൽ ശരിയാവില്ല. പ്ലീസ് ഒന്ന് പോ. ഞാൻ വരാം. പറയുന്ന കേക്ക്. ചെല്ല് നീ. പോവില്ലാന്ന് പറഞ്ഞില്ലേ ദിച്ചു ഞാൻ? നീലിമയുടെ ബ്രെയിൻ വാഷിനും അവള് നിനക്ക് തരുന്ന സെക്ഷുവൽ പ്ലഷറിനും ഇത്രയും പവർ ഉണ്ടായിരുന്നോ? ഈ എന്നെ പോലെ മറന്നു കളയാൻ പറ്റുന്ന പവർ? മറിയ, മൈൻഡ് യുവർ വേർഡ്സ്. ഓക്കെ? നീ ഈ എന്നെ പറഞ്ഞോ എന്ത് വേണേലും, ബട്ട് നെവർ നീലിമ. കേട്ടല്ലോ? എൻ്റെ വൈഫിനെ ഇതിലേക്ക് വഴിച്ചിഴക്കേണ്ട കാര്യം ഇല്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? പ്ലീസ് നീ ഒന്ന് പോയി ഇവിടുന്ന്. എൻ്റെ വൈഫ് എന്ന് തൊട്ടാ നിനക്ക് ഈ വൈഫ് ഉണ്ടായേ? Tell me. But don't tell me that she is your wife. എന്നെ സംബന്ധിച്ചിടത്തോളം she is a bloody fucking slut. Like a sex toy. Yes, she is your sex toy. Wife ആണ് പോലും. Shut up and stop it. ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. മിണ്ടിപ്പോകരുത്. സത്യം പറഞ്ഞപ്പോ പൊള്ളുന്നുണ്ടോ ദിച്ചു നിനക്ക്? ഞാൻ പറഞ്ഞത് തന്നെയല്ലേ സത്യം? She's your sex toy. Nothing more than that. അതിനെ നീ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യല്ലേ പ്ലീസ്. Shut up you. വൈഷ്ണവ്, ഡാ എന്താടാ? പുറത്ത് കേൾക്കാം നിങ്ങളുടെ ബഹളം. എന്താ പ്രശ്നം? വസി, എടാ ഇവളിപ്പോ എന്താ പറഞ്ഞെന്നറിയോ നിനക്ക്? എൻ്റെ മുഖത്ത് നോക്കി ഇവളെന്താ പറഞ്ഞെന്നറിയോ? ലുക്ക്, ഒരു കാര്യം നീ ചെവി തുറന്നു വെച്ച് തന്നെ കേട്ടോ. നീലിമ, ഷീസ് മൈ എവ്രിതിങ്. എൻ്റെ ലൈഫാണ് അവള്, എൻ്റെ ജീവൻ. ഈ വൈഷ്ണവിൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ജീവനില്ലേ, അതാണ് എൻ്റെ നീലിമ. എനിക്ക് അവളെ പറയാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല മറിയ. ഡു യു ഗെറ്റ് മീ?
എൻ്റെ നീലിമയെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല നീ എനിക്ക്, ഒന്നുമേ അല്ല. എൻ്റെ വൈഫിനെ വെച്ച് നിന്നെ ഒന്ന് കമ്പയർ ചെയ്യാൻ പോലും കഴിയില്ല. ബിക്കോസ് അതിനുള്ള യോഗ്യത പോലും നിനക്കില്ല മറിയ. വൈഷ്ണവ്, ദാ മതി മതി, വാ വന്നേ, നീ വിട്ടേ വസി നീ എന്നെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇനി ഇനി എൻ്റെ കൺമുന്നിൽ പോലും നീ വരരുത്. എൻ്റെ നീലിമയെ നീ പറഞ്ഞ ഓരോ വാക്കും തറച്ച് കയറിയത് എൻ്റെ നെഞ്ചിലാ. വെറുത്തു പോവാൻ തന്നെ ഞാൻ. യെസ്, വെറുപ്പാടി, വെറുപ്പാ എനിക്ക് എന്നോടിപ്പോ. കുറച്ച് നാളായി എൻ്റെ ഈ പ്രാന്ത് ഞാൻ സഹിക്കുക. But there is a limit for everything. മതിയായി എനിക്ക്. നിന്നെപ്പോലൊരു ചങ്കിൽ കൊണ്ട് നടന്നതിന് I hate myself. Get lost you. വേണ്ട, അല്ലെങ്കിൽ നീ ഇവിടുന്ന് പോണ്ട. ഞാൻ തന്നെ പോയി തരാം, ഞാൻ തന്നെ പോയി തരാം. മറിയ, ഡാ, എന്നെ തൊടല്ലേ വസി, പ്ലീസ് എന്നെ തൊടല്ലേ. ഇനി ഇനി നമ്മൾ 4 പേരില്ല, നിങ്ങൾ 3 പേരേ ഉള്ളൂ. എന്നെ തിരക്കി ആരും വരരുത്, ആരും തന്നെ വരരുത്. മറിയ, ഡാ മോളെ ഒന്ന് നിക്ക്. മറിയ പ്ലീസ്, മറിയ. Oh God. No, 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 God. No, no, no. എന്തൊക്കെയാ ബിച്ചു നീ എന്നോട് പറഞ്ഞേ? നീ എനിക്കാരാണെന്നറിയോ നിനക്ക്? അറിയോ നിനക്ക്? എന്നോട് നീ എന്തൊക്കെയാ? God, God, oh my God. എല്ലാത്തിനും കാരണം അവളാ. എന്റെ തെറ്റിനെ എന്നിൽ നിന്ന് അകറ്റിയത് അവൻ എന്നെ ആരും അല്ലാണ്ടാക്കിയത്. എന്റെ തെറ്റിനെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് നീ അങ്ങനെ സന്തോഷിക്കില്ല, നീ അങ്ങനെ സന്തോഷിക്കില്ല നീലിമ. I will show you, bitch, who am I? ഹലോ, ആരാ? ഹലോ, 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 മറിയ ഹിയർ. പറഞ്ഞോളൂ, എന്താ ചേച്ചി? സമാധാനമായോ നിനക്കിപ്പോ? Are you happy now? ഞങ്ങളെ തമ്മിൽ അകറ്റിയപ്പോ സന്തോഷായോ നിനക്ക്? എന്താ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ നിനക്ക്? ഒന്നുമേ മനസ്സിലാവുന്നില്ല അല്ലേ? എന്ത് തെറ്റാ നീലിമാന്ന് എന്നോട് ഞാൻ ചെയ്തേ? എൻ്റെ ജീവിതം ഇങ്ങനെ തകർത്തപ്പോ എന്താ നീ നേടിയേ? Tell me. ഞാൻ എന്ത് ചെയ്തു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദേവരെ. ആഹാ, ഗ്രേറ്റ് ആക്ടിങ്, ഗ്രേറ്റ്. എന്തിനാ എൻ്റെ ദിച്ചിനെ നീ എന്നിൽ നിന്ന് അകറ്റിയേ? എന്തിനാ അവനെ നീ എന്നിൽ നിന്ന് തട്ടിയെടുത്തേ? എന്തിനാ നീ ഞങ്ങളെ തമ്മിൽ അകറ്റിയേ? Tell me. എന്താ നിങ്ങളിപ്പോ പറഞ്ഞേ? യെസ്, ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം.
വർഷങ്ങളായിട്ട് എൻ്റെ തിച്ചുവിൻ്റെ മനസ്സിനെ കൊണ്ട് നടക്കുന്നവളായി ഞാൻ. ഇപ്പോഴും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. നീയാ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നേ, എൻ്റെ തിച്ചുവിനെ എന്നിൽ നിന്ന് അകറ്റിയേ. വീട്ടുകാർക്ക് വേണ്ടിയാ ദിച്ചു നിന്നെ മാരി ചെയ്തേ. അവൻ്റെ മനസ്സിൽ ഈ ഞാനായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ബട്ട് എൻ്റെ ലൈഫ് അവനാ, എൻ്റെ ഹാപ്പിനെസ് അവനാ. അവനെ മറക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ തിച്ചുവിനെ മറക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ഒന്ന് പറയേ. അവനില്ലാണ്ട് എനിക്ക് പറ്റില്ല. ഐ നീഡ് ഹിം. അവനെനിക്ക് വേണം. വിട്ടുകൊടുക്കാൻ കഴിയില്ല, എനിക്ക് കഴിയില്ല. ഹലോ 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 കട്ട് ചെയ്തു. ഹലോ എന്താ അവരിപ്പോ പറഞ്ഞേ? എന്റെ പാസ്വേഡ് ഇല്ല. ഇവനെന്താ കോൾ എടുക്കാത്തെ? ഇനി വല്ല എമർജൻസിയിലും ആണോ ആവോ? പ്രബേട്ടാ, മോള് എനിക്കെന്ത് വല്ലാതെ പേടിയാവുക. ദൈവങ്ങളെ ഒന്നും വരുത്തല്ലേ. അങ്കിൾ എന്താ ഇവിടെ? എന്താ പറ്റേ? മോനെ വസി, മോനെ നീലിമ ഫെയിൻ്റ് ആയിട്ട് വീണു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ മോളെ ഇങ്ങ് കൊണ്ടുവന്നു. ബട്ട് വസുവിനോട് ഇതൊന്ന് പറയാനായി കുറെ നേരം കൊണ്ട് വിളിക്കുക. ബട്ട് നോ ആൻസർ. ഓ ഗോഡ്. അങ്കിൾ, വൈഷ്ണവ് തിയേറ്ററിലാണ്. ഒരു എമർജൻസി കേസ് വന്നു. ഇച്ചിരി ക്രിട്ടിക്കലാണ്. സോ പെട്ടെന്ന് തന്നെ സർജറിക്കായിട്ട് തിയേറ്ററിൽ കയറ്റി. അല്ല, നീലിമയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അറിയില്ല മോനെ, ഡോക്ടർ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. സാരില്ല, ഇനിയിപ്പോൾ അവൻ എന്തായാലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങട്ടെ. ഞങ്ങളുണ്ടല്ലോ ഇവിടെ. അങ്കിളൊന്ന് വെയിറ്റ് ചെയ്യേ, ഞാനൊന്ന് ഡോക്ടറിനെ കണ്ടു നോക്കട്ടെ. ടെൻഷനൊന്നും ആവണ്ട, വിൽ സി. അച്ഛാ, അമ്മേ, എന്താ പറ്റിയ നിലുവിന്? ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്ന്. തിയേറ്ററിലായിരുന്നു ഞാൻ, ഒരു എമർജൻസി സർജറി ഉണ്ടായിരുന്നു. അച്ഛാ, നീലു അവള്. മോനെ, നീ ടെൻഷൻ ആവാതെ. നിലുമോള് ഒബ്സർവേഷനിലാണ്. മോൻ ടെൻഷൻ ആവാതെ. ഓക്കെ അച്ഛാ, ഞാനൊന്ന് ഡോക്ടറിനെ കാണട്ടെ. ഇപ്പോൾ വരാം. മേ ഐ കം ഇൻ? വൈഷ്ണവ്, കമൻ. ആ സർജറി സക്സസ് ആയിരുന്നോ? യാ, പേഷ്യൻ്റ് ഇപ്പോൾ സ്റ്റേബിളാണ് പൂജ. നീലിമ ആക്ച്വലി what happened to her, ഇന്ന് ഉച്ചയ്ക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഷീ വാസ് കംപ്ലീറ്റ്ലി ഓക്കെ പൂജ. പിന്നെ പെട്ടെന്ന് എന്താ പറ്റിയെന്ന് ഐ ഡോണ്ട് നോ. വൈഷ്ണവ്, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ഈ സർജറി കഴിഞ്ഞിട്ട് ഞാൻ താൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു ഞാൻ. നീലിമയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതായിട്ട്, എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് വൈഷ്ണവിന് അറിയോ? ഹേയ് നോ, അങ്ങനെ ഉള്ളതൊന്നായിട്ട് എനിക്ക് അറിയില്ലടാ. അവള് ഇല്ല, നോ. ഓക്കെ, വെൽ, നീലിമയുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള എന്തോ ഒരു കാര്യം. അതുകൊണ്ടാണ് ഓൾ ഓഫ് എ സഡൻ ആ ഒരു കാരണം കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു മെൻ്റൽ ഷോക്ക്. നമ്മുടെ മെഡിക്കൽ ടേംസിൽ പറഞ്ഞാൽ പാനിക് അറ്റാക്ക്. ആ ഷോക്കിൽ ഷി വാസ് ഫെയിൻറ്റഡ്, തലകറങ്ങി വീണു. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഷീ വാസ് പ്രഗ്നൻറ്റ്. വൈഷ്ണവ് 1.5 months ആയി. ആൻഡ് ഷീ വാസ് നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ഞാൻ ചോദിച്ചു, നീലിമയ്ക്ക് അതിനെക്കുറിച്ച് ഒന്നുമേ അറിയില്ലായിരുന്നെന്നാണ് പറയുന്നത്. ഈ ഷോക്കിൽ ഫെയിൻ്റായിട്ട് നീലിമ വീണത് വയറിടിച്ചാണ്. നല്ല സ്ട്രോങ് ആയിട്ടാണ് വീണേ. ആ വീഴ്ചയിൽ ബേബി അബോർട്ടഡായി പോയി. വൈഷ്ണവ്, ഐ എം സോറി, ഐ ട്രൈഡ് ബട്ട് ഐ എം സോറി. വാട്ട്? പ്രഗ്നന്റോ? ഗോഡ്. പൂജ, എൻ്റെ കുഞ്ഞ്. വൈഷ്ണവ്, പ്ലീസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാവും തൻ്റെ മനസ്സിപ്പോൾ എന്താണെന്ന്. ബട്ട് നമ്മൾ ഡോക്ടേഴ്സാണ്. സോ
കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് തന്നെ എടുക്കണം. ആൻഡ് പ്ലീസ് ടേക്ക് കെയർ ഓഫ് നീലിമ. ഇപ്പോൾ ആ കുട്ടിക്ക് മെയിനായിട്ട് വേണ്ടത് തൻ്റെ സപ്പോർട്ടും കെയറും ആണ്. ബി വിത്ത് ഹെർ, ധൈര്യം കൊടുക്കുക, ആൻഡ് എവറിത്തിങ് വിൽ ബി ഓക്കെ. ഓക്കെ? God. Yeah, well, അവളൊന്ന് കാണാൻ പറ്റുമോ പൂജ എനിക്ക്? യാ ഷ്യോർ, ബട്ട് കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഓക്കെ? ധൈര്യം കൊടുക്കുക. ഒരു 2 to 3 days എന്തായാലും ഇവിടെ അഡ്മിറ്റ് ആവേണ്ടി വരും. എന്നാൽ ശരി, താൻ ചെന്ന് കാണാം. ഓക്കെ? ആത്മാവിലെ വാനങ്ങളിൽ മാലാഖയായി നീ മോളെ നീലു, ഒരു വരിയാ മാനസം നിന്നോടാ ചൊല്ലുവാൻ വയ്യാതെ പ്രിയാ മോളെ നീലു, നീലു സർ. ഏയ് ഇല്ല ഇല്ല, എൻ്റെ മോൾ സ്ട്രെയിൻ എടുക്കണ്ട കേട്ടോ. ഏട്ടൻ്റെ എൻ്റെ നീലൂസിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. മോളെ കിടന്നോ. ഒന്നുമില്ലടാ, ഒന്നുമില്ല കേട്ടോ. മോൾ അധികം സ്ട്രെയിൻ എടുക്കണ്ട. ഉറങ്ങിക്കോ. ദേ ഏട്ടൻ കൂടെ തന്നെയുണ്ട്. ഉറങ്ങിക്കോ കേട്ടോ. നമ്മുടെ കുഞ്ഞ് ബസുവേട്ട, അറിഞ്ഞിരുന്നില്ല ഞാൻ എൻ്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞുണ്ടായിരുന്നു എന്ന്. അറിഞ്ഞിരുന്നില്ല ബസുവേട്ട, സോറി. നീലു മോളെ, എന്താ നിനക്ക് പറ്റിയ പെട്ടെന്ന്? ഉച്ചയ്ക്ക് നീ എന്നെ വിളിച്ചപ്പോ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നില്ലേ നീ? പെട്ടെന്ന് എന്താ പറ്റിയ നിനക്ക്? ഏട്ടനോട് പറ മോളെ, പ്ലീസ് പറ. എന്താ എന്റെ മോക്ക് പറ്റിയ? പറടാ. അത് പിന്നെ നീലു, മോള് ജസ്റ്റ് ഒന്ന് ഉറങ്ങ് കേട്ടോ. ഞാനിപ്പോൾ വരാം. ഒരു ½ an hour ഏട്ടനിപ്പോൾ വരാം. മോൾ ഉറങ്ങിക്കോ. I know that you will come. മരിയ, ഒരു കാര്യം, എൻ്റെ ഒരേ ഒരു ചോദ്യത്തിനുത്തരം. അത് നീ പറയണം. അറിയണം എനിക്ക്. അറിഞ്ഞേ പറ്റൂ. ടീച്ചർ, എന്താടാ? എന്താ നീ ഇങ്ങനെ പാനിക് ആയിട്ടിരിക്കുന്നേ? What happened? നീ വന്നേ, വാ ഇവിടെ ഇരിക്ക്. വാ നീ. വിളിക്കരുത് നീ ഇനി എന്നെ ആ പേര് വിളിക്കരുത്. എന്താ നിന്റെ പ്രശ്നം? Tell me, what is your problem? പറയ. Why did you do this, Maria? Tell me. ടീച്ചർ, ഞാൻ എന്ത് ചെയ്തുന്നാ? ഒന്നും ചെയ്തില്ലല്ലേ നീ? ഒന്നുമേ ചെയ്തിട്ടില്ല അല്ലേ? കുറച്ച് നാളായി നിന്റെ ഈ മാറ്റം ഞാൻ ശ്രദ്ധിക്കുക. ആഫ്റ്റർ മൈ മാരേജ് എസ്പെഷ്യലി, അതിനുശേഷം എനിക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ചേഞ്ചാണ് നിനക്ക്. ഇന്നേ വരെ നീ കണ്ടിട്ടില്ലാത്ത എൻ്റെ നീലിമ. എന്നെ മാരേജ് ചെയ്തു എന്നൊരു തെറ്റ് മാത്രമേ ആ പാവം ചെയ്തിട്ടുള്ളൂ. അതിന് ഇത്രയും വലിയൊരു പണിഷ്മെന്റ് കൊടുക്കണമായിരുന്നു അവക്ക് നീ മറിയ. എന്തിനാ നീ എൻ്റെ നീലൂരോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? നീയും ഞാനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് 4 പേർക്കും നന്നായിട്ട് തന്നെ അറിയാം. എന്നിട്ടും എന്തിനാ നീ നീലിമയെ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞേ? പറ. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരുന്നു എന്ന് അറിയോ നിനക്ക്?
ഷീ ഗോട്ട് പാനിക് അറ്റാക്ക് ആൻഡ് ഫെയിൻറ്റഡ്. ആ വീഴ്ചയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടെ. What? Did you? Yes, she was pregnant. She was 1.5 months pregnant. No, don't say that, please. എനിക്കറിയില്ലായിരുന്നു ദിച്ചു. Oh God. I'm sorry, ദിച്ചു. Oh God. Again, I'm asking you, why did you do this? ഒന്ന് പറയും പ്ലീസ്. എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. ദിച്ചു, ഞാൻ സി മറിയ, എൻ്റെ സമനില തെറ്റി നിൽക്കുവാ ഞാൻ. പറയുന്നേ, എന്തിനാ ഇത്രയും വലിയൊരു ക്രൂരത നീ നീലിമയോട് ചെയ്ത്? Tell me, Maria, why did you do this? Because I love you, Diju. I love you. I love you, Diju. I love you. I love you now. I love you. What? Yes, I love you now. ഒന്നിന്റെ പേരിൽ നിന്നെ നഷ്ടപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല ഞാൻ. Because that much I love you. വർഷങ്ങളായി നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുവാതിച്ചു ഞാൻ. തുറന്നു പറയാൻ പേടിയായിരുന്നു. Because I didn't want to lose your friendship. That's why. നിന്നോടുള്ള എൻ്റെ മനസ്സിലെ ട്രൂ ഫീലിങ്സ് നിന്നോട് പറയാതെ വർഷങ്ങളോളം എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നു ഞാൻ. സൂക്ഷിച്ചു. വസി പറഞ്ഞിട്ട് പോലും തുറന്നു പറയാൻ I was scared. അങ്ങനെ നിങ്ങളിൽ നിന്ന് ഒളിച്ചോടി. And finally I understand that I can't live without you. അങ്ങനെ I decided to confess my love. എന്റെ പാരൻസിന്റെ പെർമിഷനും വാങ്ങി ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നു ഞാൻ. നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു ഈ ഹോസ്പിറ്റലിൽ. നീ നാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്റെ മനസ്സ് എന്താണെന്ന് എന്നെ അറിയിക്കാൻ നീ തിരികെ വരുന്നത് കാത്ത് നിനക്ക് വേണ്ടി കാത്തിരുന്നു. ഞാൻ അറിയുന്നത് after 1 month you got married എന്ന് ദിച്ചു. ലോകമേ അവസാനിച്ചു പോയ പോലെ തോന്നി എനിക്ക്. But വീണ്ടും എന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. I tried my best, but നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ കഴിഞ്ഞില്ല എനിക്ക് എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ. കഴിഞ്ഞില്ല ദിച്ചു. Because you're my first love. നിനക്ക് വേണ്ടി ഇത്രയും നാൾ കാത്തിരുന്ന എന്റെ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നീ ഇനി മറ്റൊരു പെണ്ണിന്റെ സ്വന്തമാണെന്ന്. പറ്റുന്നില്ല എനിക്ക് നിന്നെ വിട്ടുകൊടുക്ക. ഞാൻ അറിഞ്ഞിരുന്നില്ല ദിച്ചു നീലിമ പ്രഗ്നന്റ് ആണെന്ന്. I swear. ഞാൻ കാരണം ഒരു കുഞ്ഞു ജീവൻ. കർത്താവേ, എന്താ ഞാൻ ചെയ്യാ? എനിക്കറിയില്ല. മരിയ, പ്ലീസ് മോളെ. മരിയ, ഇങ്ങനെ ഒന്നും പറയല്ലേടാ പ്ലീസ്. ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ. പറ്റുന്നില്ല എനിക്ക് കണ്ടു നിൽക്കാൻ. നീ ഇങ്ങനെ വേദനിക്കുന്ന കാണാൻ എനിക്ക്
മോളെ, നീ നീ എനിക്കാരാണെന്ന് അറിയും അറിയാമേ നിനക്ക്? ആരാന്നറിയോ നീ എനിക്ക്? നീ എന്റെ കൂടെ ജനിക്കാതെ പോയ എന്റെ സ്വന്തം കൂടപ്പിറപ്പാടാ. എന്റെ സ്വന്തം കൂടപ്പിറപ്പാ നീ എനിക്ക്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആടാ മോളെ നീ. ഒത്തിരി ഒത്തിരി ഇമ്പോർട്ടൻ്റ് എൻ്റെ ലൈഫിൽ നീ എനിക്ക്. അന്നെ എങ്ങനെയാ ഞാൻ മറ്റൊരു കണ്ണിൽ കാണുന്ന? നീ തന്നെ ഒന്ന് പറഞ്ഞതാ. എങ്ങനെ എനിക്ക് നിന്നെ വേറൊരു രീതിയിൽ കാണാൻ കഴിയും അറിയാമ? പറ്റില്ല മോളെ, കഴിയില്ല എനിക്കതിന്. ഈ ജന്മം നിന്നെ വിട്ടു പോവാനോ നിന്നെ മറന്ന് ജീവിക്കാനോ നിന്നെ എത്തിച്ചവന് കഴിയില്ല മോളെ. ബിക്കോസ് നീ എനിക്ക് എന്നും എൻ്റെ കുരുട്ട് തന്നെ. എൻ്റെ കുഞ്ഞി പെങ്ങളാ നീ എനിക്ക്. ഒന്ന് മനസ്സിലാക്കട പ്ലീസ് മോളെ, പ്ലീസ് മരിയ, ഒന്ന് മനസ്സിലാക്ക നീ. Sorry. I'm sorry, Biju. I'm sorry. ഹാ മോളെ മറിയേ, വാ വാ. എന്റെ ദൈവമേ, ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. അല്ല, മോളൊന്ന് പോയില്ലേ? ലീവാണോ? ഏതായാലും കയറി വാ വാ. അമ്മേ, സുഖമല്ലേ അമ്മേ? ഞാൻ ആക്ച്വലി കുറച്ച് നാളായിട്ട് ലീവാ, പോയിട്ടില്ല. അമ്മേ, നീലിമ? ആ, സുഖമായിട്ടിരിക്കണം മോളെ. പിന്നെ നീലുമോള് റൂമിലുണ്ട്. മോളൊരു കാര്യം ചെല്ല്, ചെന്ന് നീലുമോളെ കാണാം. അപ്പത്തേനും അമ്മ ചായ എടുക്കാം കേട്ടോ. ചെല്ല്, മോള് പോയിട്ട് വാ. ആ ശരി അമ്മേ, ഞാനെന്നാ നീലിമയെ കണ്ടിട്ട് വരാം. നീലിമ? ഹാ, ഹേയ് പേടിക്കണ്ട, ഉപദ്രവിക്കാൻ വന്നതല്ല. നീലിമയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പോൾ യു എങ്ങനെയുണ്ട് ഇപ്പോൾ? ഹെൽത്തൊക്കെ ഓക്കെ ആയോ? ക്ലാസ്സിൽ പോയി തുടങ്ങിയോ? ഹെൽത്ത് ഇപ്പോൾ കുഴപ്പമില്ല, ഓക്കെ വരുന്നു. ക്ലാസ്സിൽ ആക്ച്വലി പോയി തുടങ്ങിയില്ല. എന്തായാലും നെക്സ്റ്റ് മന്തോട്ട് പോയാൽ മതി എന്നാ അച്ഛനൊക്കെ പറഞ്ഞേ, അച്ഛനും അമ്മയും പറഞ്ഞേ. സോ ഇതുവരെ പോയി തുടങ്ങിയില്ല. ബെഡ് റെസ്റ്റ് കഴിഞ്ഞു, ഓക്കെ വരുന്നു. ചേച്ചിക്ക് സുഖമല്ലേ? മോളെ മോളെ ചേച്ചിയോട് ക്ഷമിക്കണം. എത്ര മാപ്പ് പറഞ്ഞാലും എന്ത് ചെയ്താലും ഒരിക്കലും നികത്താൻ കഴിയാത്ത നഷ്ടമാണ് ഈ ഞാൻ കാരണം ഒക്കെ ഉണ്ടായത്. ഐ നോ. സോറി, ക്ഷമിക്കണം നീ ചേച്ചിയോട്. സോറിടാ, റിയലി സോറി. ഏയ് ചേച്ചി, കരയില്ലേ പ്ലീസ്. അത് സാരമില്ല, ഞങ്ങളതൊക്കെ വിട്ടു. ഈശ്വര നിശ്ചയം അതൊന്നുണ്ടല്ലോ, നമുക്കത് മാറ്റാൻ കഴിയില്ലല്ലോ ചേച്ചി. അത് സാരമില്ല, പോട്ടെ, സാരമില്ല. മോളെ, എന്താണ് നിന്നോട് ഞാൻ പറയണ്ടേ? എന്താ പറയണ്ടേ? ഒത്തിരി ഭാഗ്യം ചെയ്ത കുട്ടിയാ, ഒത്തിരി ഭാഗ്യം ചെയ്ത കുട്ടി. സന്തോഷമായിട്ട് ജീവിക്കണം. എൻ്റെ പിച്ചിൻ്റെ മനസ്സിൽ ഈ കുറുമ്പത്തി പെണ്ണ് മാത്രമേ ഉള്ളൂ. ഈ നീലിമ മാത്രമേ ഉള്ളൂ അവൻ്റെ മനസ്സിൽ. പൊന്നു പോലെ നോക്കിക്കോളവനെ കേട്ടോ. എൻ്റെ ദിച്ചിന് ഞാൻ ആരായിരുന്നെന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി. അതിൻ്റെ പേരിൽ ഞാൻ കാണിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് സോറി, റിയലി സോറി.
മാപ്പ് ചോദിച്ചില്ലെങ്കിൽ എനിക്ക് നീലു സന്തോഷായിട്ടിരിക്കണം കേട്ടോ. ചേച്ചി ചേച്ചി പോവാ. ഇവളെന്താ ഈ കോൾ എടുക്കാത്ത? Hello? Yeah? What? No! No! Sorry, Mola. Sorry. Daddy? Daddy? ആഹാ, ആരത്? ഡാഡിയുടെ ആദ്യം കിട്ടോ? ഇങ്ങ് വന്നേ. കാറിലിരിക്കാൻ പറഞ്ഞിട്ട് നേരെ ഇറങ്ങി ഇങ്ങ് വന്നല്ലേ? ഓ, കുരുപ്പ്. ആദിക്ക് ബോറടിച്ചു ഡാഡി. എനിക്കും മഴയെ കാണാൻ തോന്നി വന്നതാ. മഴയ്ക്ക് ഫ്ലവർ കൊടുത്തു ഡാഡി. ആദിക്കുത്ത മഴയെ ചോദിച്ചു പറഞ്ഞോ? ഓ, ഡാഡി പറഞ്ഞു കേട്ടോ. ഡാഡിയുടെ ആദിക്കുട്ടൻ മറിയെ ചോദിച്ചു എന്ന് പറഞ്ഞു. ആദിക്കുട്ടന് ഫ്ലവർ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പോരെ? അല്ല, അമ്മ എവിടെ? അയ്യോ, അമ്മ വാസുവേട്ടാ, കഴിഞ്ഞു പ്രാർത്ഥിച്ച്. മറിയേച്ചി എങ്ങും പോയിട്ടില്ല നമ്മളെ വിട്ട്. വാസുവേട്ടൻ്റെ കൂടെ തന്നെയുണ്ട് എപ്പോഴും. എന്നാ പോവാം നമുക്ക്. ഹൗസേ പോവാമോ? എന്നാ വായോ, ഡാഡിയുടെ കട്ടുറുമ്പേ. വാ.